സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കേണ്ടവരുമായ എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് എല്ലാവരെയും പേര് പറയാൻ നിന്ന് കഴിഞ്ഞ് ഒരുപാട് സമയം പോകുന്നുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട അച്യുതൻ മാഷ്, വാസുദേവൻ, പ്രിയപ്പെട്ട നസീർ, അതുപോലെ പ്രിയങ്കരനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട കവി സുഹൃത്ത്, എല്ലാവരെയും ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. COVID-19 ലോകത്തോട് ലോക്ക്ഡൗൺ പറഞ്ഞ സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് പുസ്തകം വായിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. ആ സമയത്ത് ഞാൻ വായിച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിയായ അമൃത പ്രീതത്തിൻ്റെ ഒരു ചെറുകഥയാണ്. അതിൽ മനോഹരമായ സുന്ദരമായ കവിത തുളുമ്പുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ഒരുപിടി നക്ഷത്രങ്ങളും ഒരു തുണ്ട് ചന്ദ്രക്കലയുമാണല്ലോ ഒരാകാശത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റുന്നത്. ഒരുപിടി നക്ഷത്രങ്ങളും ഒരു തുണ്ട് ചന്ദ്രനുമാണ് ഒരന്ധകാരത്തെ, ഒരു രാത്രിയെ, ഒരു ഇരുട്ടിനെ പ്രത്യാശ നിർഭരമാക്കി മാറ്റുന്നത്, പ്രതീക്ഷാ നിർഭരമാക്കി മാറ്റുന്നത്, പ്രകാശപൂർണമാക്കി മാറ്റുന്നത്. ഈ വരി വായിച്ചിട്ട് പഞ്ചാബിലെ തേജസ്വി എന്ന് പറയുന്ന മറ്റൊരു പ്രതിഭാശാലി അമൃതയെ വിളിക്കുന്നു. അമൃത, ഈ ഒരൊറ്റ വാക്യത്തോടുകൂടി നീ ഇന്ത്യയുടെ സാഹിത്യാകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ പോവുകയാണ്. അത്രമേൽ പ്രതീക്ഷാ നിർഭരമായ, അത്രമേൽ പ്രത്യാശ നിർഭരമായ ഒരു വാക്യമായിരുന്നു ആ കവിതയിലുണ്ടായിരുന്നത്. വെളിച്ചത്തിൻ്റെ സൂചി എന്ന മനോഹരമായ സുന്ദരമായ കഥയിലുണ്ടായിരുന്നു. എനിക്ക് വായിക്കാൻ കിട്ടിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പുസ്തകം, ആ പുസ്തകം പ്രത്യാശയുടെ പുസ്തകമാണ്, പ്രതീക്ഷയുടെ പുസ്തകമാണ്. അത് വായിച്ചു തീരുന്ന സമയത്ത് സവിശേഷമായൊരു നക്ഷത്രം, സവിശേഷമായ ഒരു ദീപസ്തംഭം, സവിശേഷമായ ഒരു ലൈറ്റ് ഹൗസ്, സവിശേഷമായ ഒരു വിളക്ക് മാടം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുസ്തകം ഏത് വരി നമ്മെ പ്രചോദിപ്പിക്കും നമുക്ക് പറയാനാവില്ല. നമ്മെ കാത്തു നിൽക്കുന്ന ചിറക് വെച്ചൊരു വാക്യം, ഒരാശയം, ഒരു സംഭവം, ഒരു അനുഭവം ഈ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സോഹൻ റോയ് സാറിൻ്റെ, സർ സോഹൻ റോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. വലിയൊരു പദവി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ സഞ്ചാരത്തിനിടയിൽ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം വലിയ വ്യവസായ പ്രമുഖനാണ്, ചലച്ചിത്ര സംവിധായകനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒറ്റത്തടി വൃക്ഷമല്ല, പല രീതിയിൽ പ്രഭാഷകനാണ്, മോട്ടിവേറ്ററാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയിരിക്കുന്നത് വെച്ചാൽ പുതിയ കാലത്തെ കവിതയുടെ സവിശേഷമായ ആഖ്യാന പദ്ധതി സ്വീകരിച്ചുകൊണ്ട് 7-8 വർഷക്കാലം അദ്ദേഹം നിരന്തരം എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാക്ടീസ് പോലെ, ഒരു എക്സസൈസ് പോലെ, ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യക്ഷീകരണം പോലെ കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് 4 വരി, 5 വരി, 6 വരിയുള്ള കവിതകൾ അദ്ദേഹം എഴുതുന്നതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 3012-14 കവിതയിലേക്ക് എത്തിച്ചേരും. അതിന് വലിയൊരു അംഗീകാരം കിട്ടുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് സന്തോഷം തോന്നുന്നത് വെച്ചാൽ പുതിയ കാലത്തെ കവിത എങ്ങനെയാണ്. ഞാൻ എൻ്റെ സ്കൂളിൽ +2 വിദ്യാർത്ഥികളെ ഒരു കവിയെ പരിചയപ്പെടുത്തുകയാണ്. തൃശ്ശൂർക്കാരനായ, തൊട്ടടുത്താണല്ലോ, തൃശ്ശൂർക്കാരനായിട്ടുള്ള ജോയ് വടക്കംപാട് എന്ന് പറഞ്ഞ ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനും സോഹൻ റോയ് സാറിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് വിഷയത്തെക്കുറിച്ചും വിഷയം തീരുന്നില്ല, അവസാനിക്കുന്നില്ല, ആ വിഷയത്തെക്കുറിച്ച് കവിത എഴുതുക എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ, കുട്ടികൾ ഏത് വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കവിത പറയും. പെട്ടെന്ന് നമ്മൾ എഴുതിക്കൊണ്ടുപോയിട്ടോ മുൻകൂട്ടി പഠിച്ചിട്ടുള്ള കവിതയാണല്ലോ. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു കുട്ടി പറഞ്ഞ് ടവൽ എന്ന് പറഞ്ഞു, കർച്ചീഫ്. അതിന് അദ്ദേഹത്തിന് മറുപടി: ഏത് തന്ത്രിയും ഏത് മന്ത്രിയും കരുതണം കയ്യിൽ ഒരു തൂവാല, പേര് കിട്ടുന്നിടത്ത് മുഖം മിനുക്കാൻ, പേര് കെട്ടുവന്നിടത്ത് മുഖം മറക്കാൻ. ഏത് തന്ത്രിയും ഏത് മന്ത്രിയും കരുതണം കയ്യിൽ ഒരു തൂവാല, പേര് കിട്ടുന്നിടത്ത് മുഖം മിനുക്കാൻ, പേര് കെട്ടുവന്നിടത്ത് മുഖം മറക്കാൻ. അപ്പോൾ ഒരു കുട്ടി പറയുന്ന ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി: നിന്നെ സുന്ദരനാക്കാനാണ് ഒരു ജന്മം മുഴുവൻ ഞാൻ തീതുന്നതിൽ എനിക്കൊരു വിഷമമില്ല, നീ പിന്നെയും മുഷിയുന്നതിലാണ് എൻ്റെ ഉള്ളു പൊള്ളുന്നത്. പാൻറ്റിനോട്, ചുരിദാറിനോട്, വസ്ത്രത്തിനോട് പറയാണ്, നിന്നെ സുന്ദരനാക്കാനാണ് ഒരു ജന്മകാലം മുഴുവൻ ഞാൻ അഗ്നി വാരിത്തുന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ എനിക്ക് ഒരു വിഷമമില്ല, നീ പിന്നെയും മുഷിയുന്നതിലാണ് എൻ്റെ ഉള്ളു പൊള്ളുന്നത്. കവിത എങ്ങനെയാണ്? ഞാനവർ +2കാരോട് ചോദിക്കുന്നത്, അല്ല എടാ ഗോവിന്ദച്ചാമി ആരാധിക്കും. അപ്പോൾ ഏറ്റവും വലിയ ഫുൾ A+ +2കാരനോട് പറഞ്ഞു, സാറേ അതൊരു സയൻറ്റിസ്റ്റ് അല്ലേ എന്നാണ്. ഗോവിന്ദച്ചാമി നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലില്ല, 4 ആൾ കൂടുന്നിടത്ത് നിലവിലില്ല, അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയില്ല, മരണ വീടിൻ്റെ മഹാമൗനത്തിലില്ല, കല്യാണ വീട്ടിൽ മഹനീയ സാന്നിധ്യമില്ല, പാർട്ടിയിലില്ല, ജാഥയില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു, സത്യമായും ഐ മിസ് യുടാ.
സത്യമായും ഐ മിസ് യു. തീർന്ന് കണ്ണിലും മൂക്കിലും കാതിലും വയറുത്തിട്ട് ഒഴിച്ചിട്ട് പോയിട്ട് 20 ബൈക്കിൻ്റെ മേലെ 40 പേര് കയറിയിരുന്നത് മൊബൈൽ ഞെക്കി കളിച്ചുകൊണ്ട്. ഇപ്പം കുറച്ച് സജീവമായിരുന്നു, ഫുട്ബോളൊക്കെ വന്നപ്പോൾ കുറച്ച് ചെറുപ്പക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ കവിത ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് സോഹൻ സാറിൻ്റെ കവിത കേൾക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്നതിലാണ്. കാലത്ത് അഡ്രസ്സ് ചെയ്യുന്ന കവിതയാണ് ഗോവിന്ദച്ചാമി. കവിത എങ്ങനെ അറിയോ? മിനിമോൾക്ക് പരീക്ഷയാണ്, അമ്മാവൻ തന്നെ തുണ പോകണം. ഇവിടെയും ഒരു ഗോവിന്ദച്ചാമി ഒളിച്ചിരിപ്പുണ്ടല്ലോ, അമ്മാവൻ തന്നെ തുണ പോകണം. പരീക്ഷ കഴിഞ്ഞത്തെ മിനിമോളോട് അമ്മ ചോദിച്ചു എളുപ്പമായിരുന്നോ? പരീക്ഷ കഴിഞ്ഞത്തെ മിനിമോളോട് അമ്മ ചോദിച്ചു എളുപ്പമായിരുന്നോ? അമ്മാവനെല്ലാം എളുപ്പമായിരുന്നു അമ്മേ. മൂർഖൻ മുത്തിയ മുഖവും മാറിടും തടവി അവൾ വിതുമ്പി, ഏത് വീട്ടിലും ഒരു ഗോവിന്ദച്ചാമി ഒളിച്ചിരിപ്പുണ്ട്. മൂർഖൻ മുത്തിയ മുഖവും മാറിടും തടവി അവൾ വിതുമ്പി, ഏത് വീട്ടിലും ഒരു ഗോവിന്ദച്ചാമി ഒളിച്ചിരിപ്പുണ്ട്. ഗോവിന്ദച്ചാമി പുറത്തല്ല, ഗോവിന്ദച്ചാമി വീട്ടിൻ്റെ അകത്ത. നമ്മളെ 6 മാസം ഒരു കുഞ്ഞു മോളെ പുഴയിലെറിഞ്ഞ് കൊന്നു ഒരു അമ്മ. കാരണം അച്ഛൻ്റെ ഏട്ടനോ അച്ഛൻ്റെ അനിയനാണ് ഇതിന് കാരണക്കാരൻ. അവളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുള്ളവരുടെ. പക്ഷേ പത്രത്തിൽ വായിച്ച് നമുക്കൊന്നും തോന്നിയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ കവിത ചൊല്ലലും എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ പെട്ടെന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കുഴപ്പക്കാരനെ കൊണ്ടുവന്നത് വേറൊരു കുഴപ്പക്കാരനായിരിക്കുന്നു. ഇപ്പം അച്യുത മാഷ്ക്ക് ഞാൻ എന്തെങ്കിലും ഇവിടെ തെറ്റായി പറഞ്ഞിരുന്ന അച്യുത മാഷ്ക്കായി കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്നെ പ്രിൻസിപ്പൾ കൊണ്ട് ലൈബ്രറിയുടെ ഇരുണ്ട മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞ് ഈ കവി നിങ്ങളാണോ കൊണ്ടുവന്ന് വെച്ച്. ഞാൻ പറഞ്ഞു സാർ ഞാനാ കൊണ്ടുവന്നത്. അപ്പോൾ അയാൾ പറഞ്ഞെന്താ, ഞാൻ വിചാരിച്ച എൻ്റെ ജോലി പോയിന്നാ. അദ്ദേഹം പറഞ്ഞ് ഇജാതി കവികളൊന്നും സ്കൂൾ കൊണ്ടുവരാൻ പാടില്ല, ഇയാളെ കവിത കേട്ടിട്ട് എനിക്ക് പേടിയാന്ന്, എനിക്ക് 2 പെൺകുട്ടികളാണ്. അവസാനത്തെ വാക്കൊക്കെ ഇയാൾക്ക് 2 പെൺകുട്ടികളായി, കവിത കേട്ട് പേടിച്ചു പോയി. എല്ലാം പേപ്പറിൽ വരുന്നത്, പക്ഷെ പേപ്പർ നമ്മൾ പേടിപ്പിക്കില്ല, 5 വരി കവിത നമ്മൾ പേടിപ്പിക്കുക. അതുകൊണ്ട് കവിത എന്ന് പറയുന്ന ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്നാൽ ലിറ്ററേച്ചർ കൊണ്ട് ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ കോട്ടിങ്സ് ആണ്. Literature takes us away from our common reality and bring back enriched with new sensibility. Literature takes us away from our day-to-day reality. നമ്മുടെ സാധാരണ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു കഥ, ഒരു കവിത, ഒരു നോവല് ഒരൊറ്റ കൊണ്ടുവെക്കാണ്. വായനയ്ക്ക് ശേഷം ബ്രിങ് ബാക്ക്, തിരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എന്തായിരിക്കണം? എൻറിച്ച്ഡ് വിത്ത് ന്യൂ സെൻസിബിലിറ്റി. പുതിയ ഭാവുകത്വമായി, പുതിയ ഉണർവായി, പുതിയ തെളിച്ചമായി, പുതിയ തീർച്ചയായി, പുതിയ നന്മയായി നമ്മെ പുതുക്കിപ്പണിയുന്നതായിരിക്കണം കവിത. പ്രിയപ്പെട്ട നൗഷാദ് ഇവിടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സോഹൻ സാറിനെ പോലെ തന്നെ ചെറിയ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ എല്ലാം പ്രപിതാമഹൻ എന്നൊക്കെ പറയാൻ വരുന്ന ആൾ കുഞ്ഞുണ്ണി മാഷാണ്. കാക്കപാറി വന്നു, പാറമേലിരുന്നു, കാക്കപാറിപ്പോയി, പാറ ബാക്കിയായി. കുട്ടികൾ പഠിക്കുന്നതാണെങ്കിലും ഗഹനമായ ഒരു 5 പേജ് ലേഖനം ഈ കവിതയെ പറ്റി EP രാജഗോപാൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഒരു തുടർച്ചയായിട്ട്, കാരണം നമുക്ക് അത്ര നേരമില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മൊബൈലിൻ്റെ ഒക്കെ ആ ഭിത്തിയിൽ ഒട്ടിക്കുന്ന രീതിയിൽ എത്രയോ പുതിയ കവിതകൾ പലതരത്തിൽ കവികൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ചെറിയ കവിതകൾ എഴുതിക്കൊണ്ട്, ആ കവിതകൾ ചെറിയ കവിതകളല്ല. അതേറ്റവും ഞാൻ സോഹൻ സാറിൻ്റെ കവിതയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കസ്തൂരി ശലഭം എന്ന് പറയുന്ന ആത്മകഥയിലേക്ക് ഞാൻ പോകും. എൻ്റെ സംഭാഷണം അത്രമേൽ എന്താണ്, ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ പോകുന്നില്ല. ഈ പുസ്തകം എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കവിതയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും നിർണായകമായ, ഏറ്റവും പുതിയ കാലത്തെ ആഖ്യാന പദ്ധതി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എന്താ പറയുക കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ കവിതകളൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ പുതിയ കാലത്ത് ഇപ്പോൾ ശ്രീജിത്ത് അരിയോൾ നമ്മുടെ നാട്ടിലെ ആളാണല്ലോ. അമ്പലം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കാനല്ല ആത്മീയത, ചീറിപ്പായുന്ന ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നതിൻ്റെ ആയുസ് ഇത്തിരി കൂടി നീട്ടിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കലാണ്. അമ്പലം കാണുമ്പോൾ, ആരാധനാലയം കാണുമ്പോൾ എനിക്ക് നല്ലതെന്ന് പ്രാർത്ഥിക്കൽ ആത്മീയത തന്നെയാണ്, പക്ഷെ ചെറിയ ആത്മീയത. പക്ഷെ ചീറിപ്പായുന്ന ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നതിൻ്റെ ആയുസ് ഇത്തിരി കൂടി നീട്ടിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കൽ എന്താണ് കുറച്ചുകൂടി വലിയ ആത്മീയതയായിട്ട് നമുക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രദീപ് രാമനാട്ടയറിൻ്റെ ഒരു കവിതയുണ്ട്, ചത്തവൻ്റെ ചങ്ങാതിയാണ് ഞാൻ, കൊന്നവൻ്റെ സുഹൃത്തും, ചത്തവന് വേണ്ടി കരഞ്ഞും കൊന്നവന് കൈകൊടുത്തും ഒരുവിധം ജീർണിച്ചു പോകുന്നു. നമ്മുടെ ജീവിതം അതാണ്, നിലപാടില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ. ചത്തവൻ്റെ ചങ്ങാതിയാണ് നമ്മൾ, കൊന്ന എൻ്റെ സുഹൃത്താണ്. ചത്തവന് വേണ്ടി എന്താണ് അപ്പുറത്തെ കരയുന്നു, കൊന്നവന് ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുവിധം ജീർണിച്ചു പോകുന്ന, നമ്മളെയൊക്കെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന കവിതകളുടെ ഒരു വലിയ സമ്പുടമാണ് ഓരോ ദിവസവും സോഹൻ സാർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് അണുകാവ്യം എന്നാണ് പറയുന്നത്. നാനോ എനിക്ക് തോന്നുന്നു 10-30 കൊല്ലം മുമ്പ് TP വിനോദ് എന്ന് പറയുന്ന വലിയ സയൻറ്റിസ്റ്റ്, അദ്ദേഹം നാനോ ടെക്നോളജിയിൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു ലേഖനം എനിക്ക് അയച്ചതെന്ന് വെച്ചാൽ എന്തിനെങ്കിലും പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ സാറെന്ന് ചോദിച്ചുകൊണ്ടാണ്. നാനോ ടെക്നോളജിയും മലയാള കവിതയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ലേഖനം. ഞാൻ നേരെ എന്താണ് അവിടെ ഇവിടെ കുറച്ച് തിരുത്തൽ വരുത്തി മാധ്യമം അയച്ചപ്പോൾ അയച്ചു കൊടുത്ത്, മാധ്യമം അയച്ചപ്പോൾ കവർ സ്റ്റോറി ആയിട്ട് അത് വന്ന്. TP വിനോദ് അങ്ങനെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ട് മാറിയ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പം ബാംഗ്ലൂരിലെ വളരെ പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരനാണ്. അന്ന്
20-25 കൊല്ലം മുമ്പ് എന്താണ് ഈ അണു എന്ന് പറയുന്ന ഈ നാനോ എന്ന് പറയുന്ന ഈ നാനോ ടെക്നോളജി, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പഴയ കാലത്ത് കത്തി കൊണ്ട് കണ്ണ് കീറി മുറിച്ച സ്ഥലത്ത് എന്താണ് ഇപ്പൊ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ലേസർ ചികിത്സയാണ്. അന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം, നമുക്ക് കറുത്ത കണ്ണടൊന്നും വെക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ സയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന സമയത്ത് എന്താണ് പുതിയ കാലത്തെ ആളുകൾ. അതുകൊണ്ട് സോഹൻ സാറിന്റെ അമ്മയുടെ പുസ്തകത്തിലേക്ക്, അമ്മയുടെ ഓർമ്മക്കുറിപ്പിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊരു 2 കവിത, അമ്മയെക്കുറിച്ചുള്ള കവിത ഞാൻ വായിച്ച ഏറ്റവും പ്രധാനമാണ്. തൃശ്ശൂർക്കാരനായ നാസർ എന്ന് പറഞ്ഞ ഒരാളുടെ കവിത ഉണ്ട്. അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, അമ്മ മരിച്ചപ്പോൾ അനാഥനായി. അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, ഒരു പ്രശ്നമില്ല, കുടുംബം ഏറ്റെടുത്തു. പക്ഷെ അമ്മ മരിച്ചപ്പോ അനാഥനായി പോയി. 2 വരി 4 വാക്യങ്ങൾ. അച്ഛൻ, അമ്മ, നാഥനാഥ, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് കവിതയായിട്ട് രൂപപ്പെടുന്ന സമയത്താണ് അതെന്താണ് അതിൻ്റെ രസതന്ത്രം പ്രവർത്തിക്കുകയും അത് ഏറ്റവും വലിയ വൈകാരിക വിക്ഷുബ്ധയായി തീരുകയും നമ്മൾ ഏറ്റെടുക്കുന്നതായി തീരും. നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ അത് ആളുകൾ ഉപയോഗിക്കണം. ഞാൻ 49 പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. ഒരു പുസ്തകം ആരും വായിച്ചിട്ടില്ല. എന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതെന്തിനാ പ്രസിദ്ധീകരിക്കുന്ന പ്രസാദർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതിൽ ഒരു പുസ്തകം മാത്രം നമ്മളെ +2കാർക്കൊക്കെ ഇഷ്ടമാണ്. അവർ 1,00,000 കോപ്പി 1.5 ലക്ഷം കോപ്പിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. അതിൻ്റെ നിർമ്മിതി എന്താ വെച്ചാൽ അതിൻ്റെ മുമ്പേ തന്നെ ഞാൻ ചെറിയ കവിതകൾ എഴുതാറുണ്ട്. പക്ഷെ എൻ്റെ പ്രസാദ് എന്നോട് പറഞ്ഞത്, സോം പക്ഷേ ഇതുപോലെ ഞങ്ങൾ എഴുതുന്നെങ്കിൽ കുറച്ച് വയസ്സന്മാർ മാത്രം വായിക്കാം. പുള്ളിയൻ നോവൽ എഴുതി, വയസ്സന്മാർ മാത്രം വായിച്ചു. മോർഫീസ് നോവൽ എഴുതി, വയസ്സന്മാർ മാത്രം. ഈ പുസ്തകങ്ങൾ ആകെ പുസ്തകങ്ങൾ എഴുതി, ഒരാളും വായിച്ചിട്ടില്ല. പക്ഷേ ഈ പുസ്തകം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടെ. കാരണം അത് എന്നോട് എൻ്റെ പ്രസാദം പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അക്ഷരങ്ങളിൽ സമകാലികത ചേർക്കുന്നത് പോലെ, നിങ്ങൾ എഴുതുന്നത് പോലെ എന്താണ് കുറച്ച് വേഷോടി ചേർത്ത് കൊടുക്കുക. എന്തിൻ്റെ വേഷം? പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ബന്ധത്തിൻ്റെ കുറച്ച്. അപ്പം ഞാൻ പണ്ട് എഴുതിയതും പുതിയതായിട്ടുള്ള കുറച്ചെണ്ണം കൂട്ടിച്ചേർത്ത് 135 കവിത എന്ന് പറഞ്ഞില്ല കേട്ടോ. കവിതയിലേക്ക് അങ്ങനെ ആൾ വരൂലല്ലോ. അപ്പം എന്താ, ചെറിയ ഹൃദയഹാരിയായ കുറിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 മാത്രം ഞാനിവിടെ പറയാം. സമ്മാനം, കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം. ഇപ്പം ബ്രേക്കപ്പാ. അപ്പൊ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൈമാറിപ്പോയിട്ടുണ്ട്. എന്തെല്ലാം സമ്മാനം? കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിറന്നാളിന് സമ്മാനമായി നൽകിയ ഉടുപ്പുകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. വൈരക്കൽ പതിച്ച മോതിരം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കൊക്കുരുമ്പുന്ന അരയന്നങ്ങളുടെ സ്ഫടിക ശില്പം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം. പക്ഷെ കൈമാറാനാവില്ല സ്നേഹം എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ. പക്ഷെ കൈമാറാനാവില്ല സ്നേഹം എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ. അത് കൈമാറാൻ പറ്റൂലല്ലോ. പ്രതിമ ഇന്നടം പറഞ്ഞ് അങ്ങോട്ട് പറയാ, പുസ്തകം ഇന്നടം പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് രണ്ട് വഴിക്ക് പോവുക. പക്ഷേ സെൽഫി എടുത്ത സമയത്ത് ആനന്ദിച്ചത് കൈമാറാൻ പറ്റില്ല. ഫലൂദ കുടിച്ച സമയത്ത് ആനന്ദിച്ച് കൈമാറാൻ പറ്റില്ല. ടൂർ പോയ സമയത്ത് ആനന്ദിച്ച് കൈമാറാൻ പറ്റില്ല. സിനിമ കാണാൻ പോയ സമയത്തുണ്ടായ സന്തോഷം കൈമാറാൻ പറ്റില്ല. കൈമാറാനാവില്ല. എന്താണ്? സ്നേഹം എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങൾ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അവർ ആ പുസ്തകം ഹൃദയത്തിൻ്റെ ചിഹ്നമുള്ള ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ചിത്രമുള്ള പുസ്തകമൊക്കെ അവർ കുറേ വാങ്ങിക്കൊണ്ട് ജീവിതത്തിൽ ആദ്യമായി എന്താണ് പുസ്തകം എഴുതിയിട്ട് കുറച്ച് പൈസ മാൻകൈൻഡിൻ്റെ പ്രസാധകനായി ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നടന്ന പുസ്തകം എഴുതി ഇറക്കിയ ആ ടീമിൻ്റെ പൈസ കുറച്ച് കിട്ടിയതിൽ മാത്രമാണ് ആദ്യമായിട്ട് എനിക്ക് നീ മരി. ഇനി ഒരൊറ്റ കവിത ഉണ്ട്. അത് ഈ പേരായിട്ടുള്ള കവിതയാണ്. ആരെങ്കിലും ഒരാൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അതിരുകളൊക്കെ മാഞ്ഞു പോയല്ലോ. ഫ്രാൻസിലെ ആളുകളൊക്കെ അല്ലെങ്കിൽ ജപ്പാനിലെ ആളുകളൊക്കെയാണല്ലോ പുതിയ കാലത്തെ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ മരിച്ചെന്നിരിക്കുക. അപ്പോൾ എന്താണ് അവരോട് പറയുകയാണ്? നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിന്റെ വീട്ടിൽ എത്തണമെന്നില്ല. എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല. ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല. കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം? എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം? എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ നാട്ടിൽ 75 വയസ്സുകാരന് ഇത് ഇഷ്ടമാണ്. അയാൾക്ക് ഇൻസ്റ്റാഗ്രാം അറിയില്ല, അയാൾക്ക് സോഷ്യൽ മീഡിയ ഒന്നും അറിയില്ല, അയാൾക്ക് പുതിയ ലോകത്തൊന്നും എത്തിയില്ല. പക്ഷേ 75 വയസ്സുകാരൻ നമുക്ക് വയസ്സൊന്നും വിളിച്ചുകൂടാ. എന്താ കാര്യം? നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചെറുപ്പക്കാരൻ്റെ പ്രായം 75 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. 75 വയസ്സ്. വയസ്സായത്തിൻ്റെ കാരണം എന്താ അറിയോ? വയസ്സായത്തിൻ്റെ കാരണം അദ്ദേഹം പ്രോജക്റ്റുകളുടെ തമ്പുരാനാണ്, പദ്ധതികളുടെ രാജകുമാരനാണ്. അതിനേക്കാണപ്പുറം എന്താ അറിയാം? മികച്ച വായനക്കാരനാണ്. MT വാസുദേവന്റെ മുമ്പിൽ അയാൾ ഇരിക്കൂല പേടിച്ചിട്ട്. കാരണം സിനിമയിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, സാഹിത്യത്തിലെ സൂപ്പർ സ്റ്റാർ MT ഒരുപാട് ഇങ്ങനെ എഴുതിയാൽ മാത്രമാണ്. ഇതിൻ്റെയൊക്കെ വലിയൊരു ആചാര്യനാണല്ലോ MT വാസുദേവൻ. നമ്മോട് ഇവിടെ പറഞ്ഞ മലയാളത്തിൻ്റെ ആദ്യത്തെ ലോക സാഹിത്യകാരനായ MT വാസുദേവൻ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കൂല മമ്മൂട്ടി. ആ മമ്മൂട്ടി പറഞ്ഞതെന്താ വെച്ചാൽ, ഇന്റർവ്യൂ പറഞ്ഞതെന്താ വെച്ചാൽ, 24 വയസ്സിൽ എൻ്റെ വളർച്ച നിന്നു ഇന്ന. ദുൽഖറിന് 30 വയസ്സായിട്ടാ.
24 വയസ്സിൽ അപ്പുറത്തേക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ പദ്ധതികൾ കൊണ്ടോ ഞാൻ പോകുന്നില്ല എന്നാണ് മമ്മൂട്ടി പറഞ്ഞ് ശരിയാ. മമ്മൂട്ടിയുടെ മകളുടെ കല്യാണത്തിന് 10,000 കണക്കിന് ആൾ പങ്കെടുത്തിരുന്നു. പക്ഷെ ആ 10,000 കണക്കിന് ആളിൽ ഏറ്റവും സുന്ദരനാരാന്നറിയോ? സ്റ്റേജിൽ നിൽക്കുമ്പോൾ മമ്മൂട്ടി തന്നെയാണ്. വരനെ ആരും നോക്കുന്നില്ല, വധുവിനെ ആരും നിൽക്കുന്നില്ല, ദുൽഖർ സിനിമയിലെത്തില്ല, ഓനെ ആരും നോക്കുന്നില്ല. ശബ്ദ സൗന്ദര്യത്തിന്റെയും ശരീര സൗന്ദര്യത്തിന്റെയും അവസാനത്തെ വാക്കായി മമ്മൂട്ടി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾക്കും വയസ്സാവൂല. പ്രവർത്തനം തന്നെയാട്ടോ. കഴിഞ്ഞ വർഷം നൻപകൽ നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമയേറ്റ് വന്നു, അത് കഴിഞ്ഞ് കാതൽ എന്ന് പറഞ്ഞ സിനിമയേറ്റ് വന്നു, അത് കഴിഞ്ഞ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയേറ്റ് വന്നു, അത് കഴിഞ്ഞ് ടർബോ എന്ന് പറഞ്ഞ സിനിമയേറ്റ് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എനിക്കൊക്കെ അറിയാവുന്ന പോലെ ചെറിയൊരു അസുഖത്തിലൂടെ കടന്നുപോയ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ അദ്ദേഹം തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. പല ആളുകൾ എന്താണ് എഴുതി, അങ്ങനെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. പക്ഷെ അദ്ദേഹം മരുന്നിനെ കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ഡോക്ടറെ കുറിച്ചോ ആശുപത്രിയെ കുറിച്ചോ അല്ല ആലോചിച്ചത്. അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അഭിനയിക്കേണ്ട 90 വയസ്സുള്ള കഥാപാത്രത്തെ മനസ്സും ശരീരം കൊണ്ട് വായിച്ച മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്ത് എന്താ എന്നും ചെറുപ്പമായി നിൽക്കുന്നത്. സോഹൻ സാറിന് എത്ര വയസ്സായെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടാ. ഞാനത് വയസ്സായതാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഠിന സുഹൃത്തായിരിക്കുന്ന ഞാൻ ഒരു പദം പ്രയോഗിക്കട്ടോ, കഠിന സുഹൃത്തായിരിക്കുന്ന പ്രിയപ്പെട്ട നസീർ ഇവിടെ ഉണ്ട്, ഒന്നിച്ച് പഠിച്ച. പക്ഷെ നസീറിനെ നോക്കിയിട്ട് എന്താ വെച്ചാൽ പ്രായം തിരിയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു എത്രയാ തോന്നുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു 42, വിഷം കുറച്ചതാ, 42, 45 എന്നൊക്കെ പറയാ. 62 വയസ്സായിട്ട് ഇരിക്കുക. ആയിട്ടില്ല ഏകദേശം അല്ലേ. പ്രിൻസിപ്പളാ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പം ആർക്കും ഒരു വയസ്സാകുന്നില്ല. ഞാൻ പറഞ്ഞ് തിരൂര് അച്യുതൻ മാഷ് വിളിച്ചൊരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ അച്യുതൻ മാഷ് എന്നാലും പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ളത്. ഞാൻ പറഞ്ഞാൽ 12 മണി വരെ ഇങ്ങനെ പറന്നോണ്ട് പുലി പോലെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പച്ചക്കുപ്പായാലിട്ടെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ എന്താ പറയുക എൻ്റെ സുഹൃത്തിന് ഫോൺ ചെയ്ത് ഇപ്പോൾ എടുത്ത്. അപ്പോൾ അച്യുതൻ മാഷെ ആളുകൾക്കൊക്കെ അറിയാം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക പ്രവർത്തനം. ഇപ്പോൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് പറഞ്ഞവരുണ്ട്, വയസ്സാകുന്നേരം സ്വപ്നം ഉപേക്ഷിക്കുന്നില്ല, സ്വപ്നം ഉപേക്ഷിക്കുന്നേരം വയസ്സാകുന്നതാണ് കേട്ടോ. 90 വയസ്സുകാരൻ സ്വപ്നം ഉപേക്ഷിക്കില്ല. മൂപ്പര് ചെറുപ്പക്കാരനാ. 5 വയസ്സാണ് സ്വപ്നം ഉപേക്ഷിച്ചാലോ. ഒരു ചെറിയ 5 വയസ്സ് തൂങ്ങി മരിക്കാൻ പോയി എൻ്റെ നാട്ടിൽ. എന്താ പറയുക, തൂങ്ങി മരിക്കാനും ഇവനെ അറിഞ്ഞുകൂടാ. അപ്പം എല്ലാം കൂടി കായറെല്ലാം താഴെ വീണ് കാലൊക്കെ പൊട്ടി ഇങ്ങനെ ഇരിക്കുന്നേരോ ഞാനതിൽ വരുന്നുണ്ട്. ഞാൻ പേടിച്ചിട്ട് ഒരു ആത്മഹത്യയുടെ അന്തരീക്ഷം പേടിച്ചു വരുമ്പോൾ അപ്പോൾ ആരോ പറഞ്ഞു അയാളുടെ അടുത്ത് പോയാൽ മതി, അയാൾ +2 മാഷാണ്, മൂപ്പരടുത്ത് കൊണ്ടുവന്നത്. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് ഇവൻ അപ്പാടെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സാറേ ഞാൻ പോയിക്കോട്ടെ എന്നാണ്. ഞാൻ അനുഭവിക്കേണ്ടല്ലോ 5 വയസ്സുകാരൻ, ഞാൻ അനുഭവിച്ച് ഇനി ഞാൻ പോയിക്കോട്ടെ എന്നാണ്. ഈ 75 വയസ്സിലെ മമ്മൂട്ടി അടുത്ത സിനിമയ്ക്ക് പറക്കുന്ന സമയത്താണ് 15 വയസ്സുകാരൻ എന്താണ് സ്വപ്നം പിടിച്ചു. ഇവനാ വയസ്സൻ. മമ്മൂട്ടി ചെറുപ്പക്കാരനും ഈ 5 വയസ്സുകാരന് വൃദ്ധനായിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. സോഹൻ സാർ വളരെ തന്ത്രപരമായിട്ടാണ് ഞാൻ. കാരണം എന്താ, എല്ലാ ദിവസവും കവിതയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് വയസ്സാവൂലല്ലോ. എന്നും രാവിലെ എന്താ എഴുതുക, എന്നും രാവിലെ വായിക്കുകയാണ്, എന്നും രാവിലെ. മാത്രമല്ല അദ്ദേഹത്തിന് ഈ സർഗാത്മക പ്രവർത്തനം ഞാനിങ്ങനെ ആലോചിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നസീർ സാറും അച്യുതൻ സാറും ഇവിടെ എല്ലാ പ്രിയപ്പെട്ട കവികളും അധ്യക്ഷനൊക്കെ എന്താ അറിയോ, ഈ കവിതയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ഈ ബുദ്ധിയും നമ്മളെല്ലാവരും ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഇതറ്റം വ്യവസായത്തിലേക്ക്, ഇതറ്റം വാണിജ്യത്തിലേക്ക്, ഇതറ്റം കച്ചവടത്തിലേക്ക്, ഇതറ്റം എന്താ പറയുക വലിയ സംരംഭത്തിലേക്ക് ഈ തലച്ചോറ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആളുകളായി തീരല്ലോ. പക്ഷെ ചില ജീവികൾക്കുണ്ടെന്ന് അതിൻ്റെതായ റൂട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചില ആളുകൾ ഒരു പൈസയും കിട്ടാണ്ട് കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കവിതയ്ക്കൊരു ലാഭമില്ല. പിന്നെ നോവൽ എഴുതി കഴിഞ്ഞാൽ എന്താണ്, കവിത എഴുതുന്ന ചെറിയ കുമിറ്റിപ്പിടിയാണ്. നോവൽ എന്ന് പറഞ്ഞാൽ വലിയ പറമ്പ് വാങ്ങിയിരുന്നുണ്ടോ, അതിൻ്റെ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ പാവങ്ങളായ ഒരുപാട് എഴുത്തുകാർ ഇപ്പോഴെന്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കവിത എഴുതിക്കൊണ്ടിരിക്കുക, ഒരു വരുമാനം ഇല്ലെങ്കിൽ പോലും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരാളുടെ ജീവിതത്തിൻ്റെ നിയോഗമാണ്. ആ നിയോഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഒരമ്മയെക്കുറിച്ചുള്ള ഒരു കവിത കൂടി പറഞ്ഞ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് അടുക്കാണ്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇത് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയ ഒരു പുസ്തകമാണ്. ഇതിൻ്റെ വായന, കവിത നമുക്കറിയാം, എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ അല്ല, ഒരു പുസ്തകമല്ല, വളരെ ഗൗരവപ്പെട്ട ഒരു പുസ്തകമാണ് കസ്തൂരി ശലഭം എന്ന് പറയുന്നത്. അമ്മയെക്കുറിച്ച് എന്താണ് ടിജോ ഇല്ലിക്കലിൻ്റെ ഒരു കവിതയുണ്ട്. പെങ്ങളെക്കുറിച്ച് എഴുതാൻ പൊട്ടിയ സ്ലേറ്റ് കഷ്ണം മതി, പ്രണയിനെക്കുറിച്ച് എഴുതാൻ പാതിപള്ളി ജീവിതം മതി, ഭാര്യയെക്കുറിച്ച് എഴുതാൻ ഒരു സിസേറിയൻ നിലവിളി മതി, അമ്മയെക്കുറിച്ച് എഴുതാൻ എനിക്കൊരു കവിത തന്നെ ആവണം, എങ്ങനെ വായിച്ചാലും അർത്ഥം ഇരട്ടിക്കുമല്ലോ. അമ്മയെക്കുറിച്ച് എഴുതാൻ എനിക്കൊരു കവിത തന്നെ ആവണം, എങ്ങനെ വായിച്ചാലും അർത്ഥം ഇരട്ടിക്കുമല്ലോ. ഗംഭീര കവിത. അതുപോലെ നമ്മുടെ ഭാഷയായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതയുണ്ട്. വിറച്ച് വിതുമ്പി വീട്ടാലിയിൽ ചത്താമതിവെന്ന് പ്രാഗി ചായ്പിൽ വേദന കടിച്ചമർത്തി പൊന്തക്കാട്ടിൽ ഇനി പോകാൻ ഇടമില്ലെന്ന് കരഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ചില അമ്മമാർ. ഇന്നും ഒരു വെറുതെ വഴിവെക്കൽ തള്ളി മക്കൾ കടന്നു കളഞ്ഞു. ഓർമ്മ നഷ്ടമായ ആയമ്മ ഓടിക്കൂടിയവരോട് സ്വന്തം പേര് മാത്രം ആവർത്തിച്ചു, മലയാളം മലയാളം. ഓർമ്മ നഷ്ടമായ ആയമ്മ ഓടിക്കൂടിയവരോട് സ്വന്തം പേര് മാത്രം ആവർത്തിച്ചു, മലയാളം മലയാളം. ഒന്നുകൂടി ഉണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരനടയിൽ ഇറങ്ങും, ഗോമതി അമ്മയെ തള്ളും, ഭാര്യാസമേതനായി മടങ്ങും. മതിയല്ലോ. ആദ്യങ്ങൾ വിചാരിച്ച വയലാറിന്റെ പാട്ടാന്നല്ലേ.
ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. ആര്? വയലാർ എഴുതി, അമ്മയ്ക്ക് വേണ്ടി എഴുതി. വിശ്വാസമില്ലാത്ത വയലാർ വിശ്വാസമുള്ള അമ്മയ്ക്ക് വേണ്ടി എഴുതി. പ്രേം നസീർ അഭിനയിച്ച്, യേശുദാസ് പാടി. അറിയാതെ ഒരു മാനവികതയും മതേതരത്തൊക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു വരിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. വയലാറിൻ്റെ മകനെ പരിചയപ്പെടുക. വയലാറിനെയോ കാണാൻ പറ്റില്ല. നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച, നമ്മളെ സമരം ചെയ്യാൻ പഠിപ്പിച്ച, നമ്മളെ പ്രകൃതി അഭിനിവേശത്തിലേക്ക് പഠിപ്പിച്ച, നമ്മുടെ ഭാഷയിലേക്ക് അടുപ്പിച്ച മഹാനായ എഴുത്തുകാരൻ്റെ മകൻ ശരത്ചന്ദ്രവർമ്മ. ശരത്ചന്ദ്രവർമ്മ എന്ത് ചെയ്തു? മൂപ്പര് ഉദ്ഘാടനം, ഞാൻ 2 വാക്കും. അപ്പോൾ ശരത്ചന്ദ്രവർമ്മ, സോമ എന്നെ പരിചയമൊന്നുമില്ല കേട്ടോ, എന്നാലും ഭയങ്കര ഇഷ്ടം, ഞാൻ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് 5 മിനിറ്റ് എൻ്റെ സംഭാഷണം കേൾക്കണമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ കവിത പറയണേ എനിക്ക്. വയലാറിൻ്റെ മോഷ്ടിച്ച കവിതയാണല്ലോ ഇത്. അപ്പോൾ ഞാൻ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു, മുറുക്കാൻ ചെല്ലൊക്കെ ഉണ്ട്, ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുര നടയിൽ ഇറങ്ങും, ഗോമതിയമ്മയെ തള്ളും, ഭാര്യാസമേതനെ മടങ്ങും. ഇതാണല്ലോ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് 250 അമ്മമാർ ഗുരുവായൂർ അമ്പലത്തിലുണ്ട്. എന്ത് ശ്രീകൃഷ്ണനെ കാണാൻ വന്നല്ല, മറിച്ച് മഹാമാന്യന്മാരായ മലയാളികൾ അമ്മമാരെ ഉപേക്ഷിക്കാൻ കണ്ട സ്ഥലമാണ് വാസ്തവത്തിൽ. എന്നിട്ട് ദേവസ്വം ബോർഡ് അവിടെ എന്താണ്, അവിടെ വൃദ്ധസദനം എടുത്തിട്ടിരിക്കുന്നത്. ഈ അമ്മമാരെ എന്താണ് യശോദരയും ദേവകിയൊക്കെ ആയിട്ട് ശ്രീകൃഷ്ണൻ തന്നെ നോയിക്കോളും എന്നുള്ളൊരു സങ്കല്പത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഇദ്ദേഹം അടുത്ത യോഗ സ്ഥലത്ത് പോകണ്ടെന്ന് അറിഞ്ഞു. എന്നിട്ട് ഞാൻ സംസാരിച്ച് ഏതാണ്ട് തീരുന്നവരെ ഇരുന്ന് ഇടക്കും തലയ്ക്ക് വയനാട്ടിലേക്ക് പോകണമല്ലോ. മൂപ്പര് വലിയ ആളെ ചലച്ചിത്ര രചയിതാവാണല്ലോ അദ്ദേഹം. അപ്പം ഇങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അമ്മമാരെ ഉപേക്ഷിക്കുന്ന, ഭാഷയെ ഉപേക്ഷിക്കുന്ന ഒരു കാലത്ത് ഒരു മനുഷ്യൻ അമ്മയെ ചേർത്ത് നിർത്തിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് കസ്തൂരി ശലഭം എന്ന് പറയുന്നത്. എന്ത് മനോഹരമായി, ഇത്ര നന്നായി പരിചരിച്ച. എന്തുകൊണ്ടാണ് കുഞ്ഞു മക്കൾ ലഹരിക്ക് അടിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ള അശോക് മണിയുടെ കവിത. കുപ്പിപ്പാൽ തന്ന് അമ്മ അന്ന് എന്നെ പറ്റിച്ചു, ഇപ്പോൾ അമ്മയേക്കാൾ എനിക്കേറെ ഇഷ്ടം കുപ്പികളോടാണ്. മതിയല്ലോ. കുപ്പിപ്പാൽ തന്ന്, കുപ്പിപ്പാൽ കൊടുക്കേണ്ട കാലത്ത് കുപ്പിപ്പാൽ കൊടുക്കാതെ എന്ത് ചെയ്തു? വേറെ എന്തോ. പക്ഷെ ഈ അമ്മയുണ്ടല്ലോ, ഈ അമ്മ ഇത്രയും തിരക്ക് പിടിച്ചിട്ട്, ഇവരെ ഒരാളല്ല, ഇവർ മികച്ച പ്രഭാഷകയാണ്, മികച്ച പൊതുപ്രവർത്തകയാണ്, സ്കൗട്ടിൻ്റെ ആളാണ്, സംസ്കൃത പണ്ഡിതയാണ്, മലയാളം പണ്ഡിതയാണ്, അവര് സാമൂഹ്യ പ്രവർത്തകയാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ആളുകളാണ്, സമരോജ്ജലമായ ജീവിതം നയിച്ച ആളാണ്. അവര് ഒരു വീടിനെ തന്നെ എന്താണ് ഏറ്റവും വലിയ മാതൃയാക്കി മാറ്റിയ ആളാണ്. അങ്ങനെ ഒരു കുടുംബിനി ആയിരിക്കുമ്പോൾ തന്നെ എന്താണ്, വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് വിസ്തൃതമായ ഒരു വനിതയെ, സ്വന്തം അമ്മയെ എന്താണ് പ്രിയപ്പെട്ട സോഹൻ റോയ് ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഓർമ്മിക്കണമെങ്കിൽ, പിൽക്കാലത്ത് ഒരു മകൻ ഓർമ്മിക്കണമെങ്കിൽ, ഇങ്ങനെ പച്ചയിലേക്കും പടപ്പിലേക്കും പടർന്നേറിയ ഒരമ്മയെ ഓർമ്മിക്കണമെങ്കിൽ, ആ അമ്മയേക്കാൾ ഓടണമെങ്കിലുണ്ടല്ലോ, സോഹൻ സാറിന് മറ്റൊന്നും കൊണ്ടും സാധിക്കില്ല. പുതിയ മീഡിയ AI വലിയ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി ഇപ്പൊ നേരത്തെ കണ്ടത്, ഏറ്റവും പുതിയതുപോലെ. എന്നിട്ടും അദ്ദേഹം എന്താണ് ഇടയ്ക്കും തലയ്ക്കോ പറയുന്നത്, അമ്മയുടെ ഒരു ചെറിയ മകൻ മാത്രാട്ടോ ഞാൻ. ഇത്രയും വലിയ കോടീശ്വരനായിട്ടും, ഇത്രയും വലിയ വ്യവസായ സംരംഭങ്ങളുടെ ആളായിട്ടും, ഇത്രയും ലോകത്ത് സഞ്ചരിച്ചിട്ടും ആ ചെറിയ ഇടങ്ങളിൽ മാത്രം ജീവിച്ച ഒരമ്മ തൻ്റെ ആകാശത്തിനേക്കാളൊക്കെ വലുത് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പ്രാധാന്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരത്തെ പ്രിയപ്പെട്ട നസീർ, ഞാൻ അദ്ദേഹത്തിന് പ്രേം നസീർ എന്ന് വിളിക്കുന്നു, നല്ല സുന്ദരനായിട്ടുള്ള ഒരാളായതുകൊണ്ട്. കാരണം പ്രേം നസീർ ഏതാണ്ട് അപ്പുറത്തെ അല്ലാതെ ചെറിയനിക്ക് ആ ഭാഗത്തുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ വായിക്കേണ്ട സാർ, ഞാൻ ഇതിൽ ഓരോ വരിയും പറഞ്ഞുതരാം. കാരണം ഇത് സോഹൻ റോയിൻ്റെ ആത്മകഥ മാത്രമല്ല, സോഹൻ റോയുടെ അമ്മയുടെ ഡയറക്റ്റ് കുറിപ്പ് മാത്രമല്ല, ഇത് എൻ്റെയും കൂടി ചരിത്രമാണ്. കാരണം ഞങ്ങൾ അന്ന് കണ്ണീരോടുകൂടി, വേദനയോടുകൂടി സ്വപ്നങ്ങൾ പങ്കുവെച്ച്, ഞങ്ങളൊരു ബെഞ്ചുണ്ട്, അപ്പുറത്തിരിക്കുന്നവൻ ഈഴവനാണോ, ഇസ്ലാം മത വിശ്വാസം, ക്രിസ്തുമത വിശ്വാസം, നായരാണോ നമ്പൂരിയാണെന്ന് ആലോചിക്കാതെ സ്നേഹം കൊണ്ട് ടൈറ്റായ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിലിരുന്നാണ് ഞങ്ങൾ ലോകത്തെ സ്വപ്നം കണ്ട്. എൻ്റെയും കൂടി കഥയാണ് എന്ന് പ്രിയപ്പെട്ട നസീർ ഓർമ്മിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ ഒന്നാമതായിട്ട് അടയാളപ്പെടുന്നത്, ഇത് ആ കാലത്തെ പുനലൂരിൻ്റെ ചരിത്രമാണ്, ആ കാലത്തെ കൊട്ടാരക്കരയുടെ ചരിത്രമാണ്, ആ കാലത്തെ കൊല്ലം ജില്ലയുടെ ഒരു പ്രോട്ടോടൈപ്പായി വരുന്ന ഉജ്ജ്വല വ്യവസ്ഥ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് ചരിത്രത്തെ തൊടുന്നു, ചരിത്രത്തെ അഗാധമാക്കുന്നു. നിങ്ങൾക്ക് ഒരു ചരിത്ര പുസ്തകത്തിലും ഇതിൽ അമ്മയുടെ ഓർമ്മക്കുറിപ്പ് പറഞ്ഞ ഒരു വസ്തു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. SK വസന്തൻ മാഷ്ടെ കേരള ചരിത്ര നിഘണ്ടുവിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റില്ല. കാരണം എന്താ? ഇത് മൈക്രോ ഹിസ്റ്ററിയാണ്, ഇത് സ്പോക്കൺ ഹിസ്റ്ററിയാണ്, ഇത് പ്രചലിതമായ ചരിത്രമാണ്, ഇത് പ്രചണ്ഡമായ ചരിത്രമാണ്. ഇത് ഒഫീഷ്യൽ ഹിസ്റ്ററി അല്ല. ഒഫീഷ്യൽ ഹിസ്റ്ററി ആരെ പറ്റിയാണ്? രാജാക്കന്മാരെ പറ്റിയാണ്, രാജാക്കന്മാരെ പറ്റിയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ സാമൂതിരിയെ കുറിച്ച് ചരിത്രമുണ്ട്, നമ്മുടെ കുഞ്ഞാലിമരക്കാരെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചരിത്രം കിട്ടും, നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ചും. പക്ഷേ കുഞ്ഞാലിമരക്കാർ പോർച്ചുഗീസുകാരുടെ രേഖയിൽ എന്താണല്ലോ? സീ റോബറാണ്, കടൽ കൊല്ലക്കാരനാണ്.
കുഞ്ഞാലി മരക്കാർ ധീരദേശാഭിയാണ് അറിയണമെങ്കിൽ നിങ്ങൾ മാലപ്പാട്ട് വായിച്ചു നോക്കണം. സ്പോക്കൺ ഹിസ്റ്ററിയാണത്. അത് കടലോരത്തെ കഥകളാണ്, കടലോരത്തെ പാട്ടുകളാണ്. അതിലാണ് ധീരദേശാഭിമാനിയായ കുഞ്ഞാലി മരക്കാരെ നമ്മളെന്താണ് വീണ്ടെടുക്കപ്പെടുന്നത്. അങ്ങനെ സാധാരണ മനുഷ്യന്മാരുടെ ഓർമ്മ ചരിത്രമാണ് എന്ന് പറയുന്നത് ആരാം ബീസർ എന്ന് പറഞ്ഞ വലിയ ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങളുടെ ചരിത്രം എന്താണ്? ടോപ്പ് ടു ബോട്ടമാണ്. മേലേന്ന് താഴോട്ട് നോക്കുക, പക്ഷെ താഴേന്ന് മേലോട്ട് നോക്കണ്ടേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ലേഖനം, ഒരു ആർട്ടിക്കിൾ അവസാനിക്കുന്നത്, നിങ്ങൾ ചരിത്രം പുല്ലരിയുന്നവരോട് ചോദിക്കും, നിങ്ങൾ ചരിത്രം വീട് തൊഴിലാളികളോട് ചോദിക്കൂ, നിങ്ങൾ ചരിത്രം ഒരു വീട്ടമ്മയോട് ചോദിക്കൂ, നിങ്ങൾ ചരിത്രം എന്താണ് ഒരു കുടുംബത്തിനോട് ചോദിക്കൂ. കുടുംബത്തിന് ചരിത്രം എഴുത്തിയില്ല, വീട്ടമ്മയുടെ ചരിത്രം എഴുത്തിയില്ല, കടലോരത്തിന്റെ ചരിത്രം എഴുത്തിയില്ല, കാടോരത്തിന്റെ ചരിത്രം എഴുത്തിയില്ല, വയലോരത്തിന്റെ ചരിത്രം രാജാക്കന്മാരുടേതാണ്, ചരിത്രം ഭരണകൂടത്തിൻ്റെതാണ്, ചരിത്രം വലിയ മനുഷ്യന്മാരുടെ. ഒരു ചെറിയ നമ്മുടെ പരമ്പരാഗത കുടുംബത്തിൽ അമർന്നു പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എന്താണ് സ്വപ്നം കാണുകയും സമരോജ്ജലമായ ജീവിതം നയിക്കുകയും ആ നാട്ടിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിയതിന്റെ ചരിത്രമാണ് വാസ്തവത്തിൽ. എനിക്ക് സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എന്തുകൊണ്ടാണ് സോഹൻ റോയ് ഒരു കവിയായി തീർന്നതിന് മറ്റൊന്നും പറയണ്ട. കാരണം എന്താണ്, ആ അമ്മ അത്തരത്തിലൊരു ഭക്ഷണം കൂടി കൊടുത്തിരുന്നു. അവരോർമ്മിക്കുന്നത് വൈലോപ്പിള്ളിയുടെ കവിതയെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ മോന്, എൻ്റെ കുട്ടികൾക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും എൻ്റെ മകൻ എന്താണ് ഒരുപോലെ, എൻ്റെ മക്കളും ഒരുപോലെയാണ്. 4 മക്കളുണ്ടല്ലോ, മക്കളും ഒരുപോലെയാണ്. അതിൽ എനിക്ക് സന്തോഷം തോന്നിയത് വെച്ചാൽ വൈലോപ്പിള്ളിയുടെ കാക്കയെക്കുറിച്ച് സവിശേഷമായ അമ്മ എഴുതിയ ഡയറിയാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം എവിടെയെന്ന് വെച്ചാൽ, ഓരോ അധ്യായത്തിനും സോഹൻ റോയ് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ആമുഖ കുറിപ്പ്, ഒരു എഡിറ്ററുടെ കുറിപ്പ് എഴുതി വെച്ച്, സുന്ദരമായ, അധികം വരിയില്ല, കവിത പോലെ ആറ്റിക്കുറുക്കിയ ഒരു കുറിപ്പ് അതിൽ ചേർന്നു. ഞാൻ ഓർമ്മിക്കുന്നത് സി കേശവന്റെ ജീവിത സമരം എന്ന് പറഞ്ഞ ഒരു ആത്മകഥയുണ്ട്. ആ ജീവിത സമരത്തിന് അവതാരി എഴുതി കൊടുത്തായിരുന്നു സ്വന്തം മോനായി കെ ബാലകൃഷ്ണ. ആലോചിക്കുക, മകൻ അവതാരിയായി കൊടുത്ത ആത്മകഥയാണ് ജീവിത സമരം. വായിച്ചു നോക്കണം കേട്ടോ, കേരളത്തിന്റെ വലിയ ചരിത്രം. അതുപോലെ എന്താണ് സ്വന്തം അമ്മയുടെ അനുസ്മരണ കുറിപ്പിന്, ഓർമ്മക്കുറിപ്പിന്, ഡയറി കുറിപ്പിന് എന്താണ് സ്വന്തം മകൻ എന്താണ് അതിന് എഡിറ്ററായി നിന്നുകൊണ്ട് അതിനൊരു ചെറിയ 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 കുറിപ്പ് ഓരോ അധ്യായത്തിനും ചേർത്ത് വെച്ചിട്ട്, അതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് വൈലോപ്പിള്ളിയെ കുറിച്ച് സവിശേഷമായി ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ വലിയ കവിയാണല്ലോ, ആ വൈലോപ്പിള്ളിയുടെ കാക്കയെക്കുറിച്ച്. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശ് ദുഷ്ടതോഴി, ചീത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തി വെടിപ്പെഴുന്നോൾ, കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിയുമ്പോൾ. ഇതിന് മുമ്പ് നമ്മളൊരു കാക്കേനെ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന എന്താണ് കാക്കയെ കൂടെ വിടുന്നത്, ഉള്ളൂരിൻ്റെ കവിതയാണ് കുട്ടികൾക്കല്ല. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ണി മാഷ കവിത നമ്മൾ ഏറ്റെടുത്തു, കാക്ക പാറി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീരാൻകുട്ടി മാഷ ഒരു കാക്ക കവിതയുണ്ട്, ഒരു ഉരുള ചോറുമായി കരഞ്ഞു വിളിച്ച് പിറകെ വരരുതേ, 1 മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിടയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിലിപ്പോഴുമുണ്ട് ഉണങ്ങാതെ. ഏതാ കവിതയത്? ഒരു ഉരുള ചോറുമായി കരഞ്ഞു വിളിച്ച് പിറകെ വരണ്ട, 1 മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവണയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിലിപ്പോഴും ഉണ്ട് ഉണങ്ങാതെ. കൽപ്പന നാരായണ മാഷ ഒരു കവിതയുണ്ട്, കവിത മുഴുവൻ ഞാൻ പറയുന്നില്ല. ഒരു കാക്കയെ ആളുകളൊക്കെ അടിച്ചു കൊല്ലുകയാണ്. അന്നേരം എന്താ പറഞ്ഞാൽ, ഈ കാക്കയാണ് തേങ്ങാമുറി കുത്തിക്കൊണ്ട്, ഈ കാക്കയാണ് വാച്ച് ജാലകത്തിൽ വെച്ച് വാച്ച് താഴിട്ടത്, ഈ കാക്കയാണ്. അങ്ങനെ കാക്കയുടെ കുറ്റമെല്ലാം പറഞ്ഞിട്ട് അതിനെ അടിച്ചടിച്ചു പോലെ അവസാനം വരുന്നത്, അതൊന്നും ഈ കാക്കയായിരുന്നില്ല, ഇത് ചിറകിന് ബലം കുറഞ്ഞ ഒരു പാവം കുഞ്ഞിക്കാക്ക, കിട്ടിയ കാക്കേനെ അടിച്ചു കൊല്ലുക. നമ്മൾ മധുവിനെ ഓർമ്മിക്കുന്നു, മുഹമ്മദ് ഓർമ്മിക്കുന്നു, ജുനൈദിനെ ഓർമ്മിക്കുന്നു. ആൾക്കൂട്ടത്താൽ കൊല്ലപ്പെട്ട എല്ലാ മനുഷ്യരിലേക്കും ഈ കാക്ക പറന്നു പോകുന്ന അനുഭവത്തിലേക്ക് വരാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലെ മലയാളികളെ ത്രസിപ്പിച്ച ഒരു കവിതയെക്കുറിച്ചുള്ള ഒരു സൂചന ഈ അദ്ദേഹത്തിന് തൻ്റെ മകന് പറഞ്ഞു കൊടുത്തായി. കവിതയെല്ലാം പറഞ്ഞാൽ പിന്നെ ആ ചെറിയ ഭ്രാന്തനായി പോയില്ലേ. പക്ഷെ ഞാൻ ന്യൂ ജനറേഷൻ വായിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു. നേരത്തെ കവിത പോലെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചത് 5 ലക്ഷം ആളുകൾ, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചത് 3.5 ലക്ഷം ആളാണ്. പ്രേമനഗരം വായിച്ചത് 35 പതിപ്പായി, പഴയ ഒരിക്കൽ 65 പതിപ്പായി, അനുരാഗലോല ഗാത്രി, ലാംഗി, സ്നേഹം, ഇപ്പം കുട്ടികൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഖദീജാണ്. കൂട്ടത്തിൽ നമ്മുടെ പ്രിയങ്കരനായ എം മുന്തേട്ടൻ ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന് പറഞ്ഞാൽ മറ്റൊരു പുസ്തകമായിട്ട് എന്താണ് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള പുസ്തകമായിട്ട് അദ്ദേഹം വന്നതിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ആണ്. മറ്റൊന്ന് കുമാരനാശാനെ കുറിച്ചാണ്. കുമാരനാശാനെ കുറിച്ച് നമ്മുടെ മലയാളം കണ്ടതിൽ ഏറ്റവും വലിയ കവികളിൽ ഒരാളായ കുമാരനാശാനെ, അവിടെ കുമാരനാശാൻ മാത്രമല്ല അദ്ദേഹത്തിന് ഗുരുവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ നവോത്ഥാനത്തിന്റെ വലിയ വെളിച്ചം നിറഞ്ഞ മാനവികതയിലേക്കും ജനാധിപത്യത്തിലേക്കും അതുപോലെ തന്നെ എന്താണ് യുക്തിചിന്തയിലേക്കും അതുപോലെ മതേതര കുടുംബ സംഗമത്തിലേക്കൊക്കെ നമ്മെ നയിച്ചിരിക്കുന്ന വലിയ നീക്കങ്ങളായിരിക്കുന്ന ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള വലിയ ആളുകൾ. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു കോളേജിൽ പോയിട്ട് ഡിഗ്രി വിദ്യാർത്ഥികൾ ചോദിച്ചു, 1888 കേരളത്തിൽ എന്താ സംഭവിച്ചെന്ന്. ഒരു കുട്ടിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ ഫോട്ടോ ആ സ്ഥാപനത്തിലുണ്ട്. 1888 PSC പരീക്ഷക്കൊക്കെ കുട്ടികൾ പഠിക്കുന്ന അതിൻ്റെ പേര് അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കയ്യിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്?
മനുഷ്യനെ മാറ്റി തീർക്കുന്ന ഒന്നല്ല, അത് ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുക എങ്ങനെയാണ്. നെയ്യാറിൽ നിന്ന് ഒരു ശിവരാത്രി ദിവസം 300 ആളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് 3 മണിക്കൂർ ധ്യാന നിരതനായി ഒരു കല്ല് നെയ്യാറിന് മുങ്ങിയെടുത്തിട്ട് അപ്പുറത്തെ കല്ല് കൊണ്ടുവച്ചിട്ട് ആളുകളോട് പറഞ്ഞ് ഇത് നമ്മുടെ ശിവനാന്ന് പറഞ്ഞതാണ്. ഇതല്ല അരിവിപ്പുറം പ്രതിഷ്ഠ. ജാതി ശരീരമായ കേരളത്തെ പൗരശരീരത്തിൽ കൊണ്ടുവർത്തിയ മഹാവിപ്ലവത്തിന്റെ പേരാണ് അരിവിപ്പുറം പ്രതിഷ്ഠ. 1888 നീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മലയനാണ്, ഞാൻ പുലയനാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ തീയനാണ്, ഞാൻ നായരാണ്, ഞാൻ നമ്പൂരിയാണ്, ഞാൻ അമ്പലവാസിയാണ്, ഞാൻ ക്രിസ്തുമത വിശ്വാസം, ഞാൻ ഇസ്ലാം മത വിശ്വാസമാണ്, ഞാൻ ആദിവാസിയാണെന്നൊക്കെ പറഞ്ഞ മലയാളികൾ 1888 ശേഷം നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മലയാളിയാണ്, ഞാൻ കേരളീയനാണെന്ന് പറയാൻ പ്രേരിപ്പിച്ച ചിന്താപരമായ ധീരതയുടെ മാനസികമായ വിപ്ലവത്തിന്റെ പേരാണ് അരിവിപ്പുറം പ്രതിഷ്ഠ. അതുകൊണ്ട് 1889 ഇന്ദുലേഖ ഇറങ്ങുന്നു. അതിൽ ഇന്ദുലേഖ സൂര്യമ്പൂരിപ്പാട് എന്താ പറയുന്നത്? ഞാൻ ഇന്ദുലേഖ അങ്ങനെ വിശ്വസിക്കുന്നില്ല. സൂര്യമ്പൂരിപ്പാട് പേടിച്ചുപോയി. കാരണം ഒരു നമ്പൂരിന്റെ മുമ്പിൽ, ഒരു ആഢ്യന്റെ മുമ്പിൽ ഒരു പെൺകുട്ടിക്കും അക്കാലത്ത് എന്താണ് ഞാൻ എന്ന് പറയാറില്ല, അടിയെന്ന പറയാറുള്ളൂ. പക്ഷെ അതിന് പകരം ഇംഗ്ലീഷ് പഠിച്ച, ആത്മബോധം ആർജിച്ച, ഈ വിപ്ലവം നടന്നതിന് ശേഷം അടുത്ത കൊല്ലമുള്ള കഥാപാത്രത്വം ഞാൻ ഇന്ദുലേഖ എന്ന് പറഞ്ഞ ആത്മവീര്യം ഉണ്ടാവുകയാണ്. മാത്രമല്ല, മാധവൻ തെറ്റിദ്ധരിച്ച് തിരിച്ചു വന്നപ്പോൾ മാധവനോട് ആദ്യമായിട്ട് ഇന്ദുലേഖ പറഞ്ഞത് 3 മാസം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് എന്താ പറഞ്ഞറിയോ? ശപ്പൻ. ശപ്പനാണ് നിങ്ങൾ. ഇന്ന് പോലും ഒരു പെൺകുട്ടിക്ക് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ഒരാളോട് തെറ്റിദ്ധരിച്ച് പോയതിന്റെ പേരിൽ എന്താണ്? അന്നത്തെ ഏറ്റവും വലിയ തെറിയാണത്. ശപ്പനാണ് നിങ്ങൾ. ഒരു വയസ്സൻ നമ്പൂരിലൂടെ ഞാൻ പോയി എന്ന് നിങ്ങൾ ഏത് തരത്തിലാണ് വരുന്നത്? അങ്ങനെ ഒരു ഏച്ചിയെ, ഞാൻ എൻ്റെ +2 പറയുക, ആത്മബോധമുള്ള ഒരു ഏച്ചിയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ 1889 ഇന്ദുലേഖ വായിക്കണം. ഒരു കുട്ടി ഇന്ദുലേഖ വായിക്കാറില്ല കേട്ടോ. ഇന്ദുലേഖ വായിക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ കുമാരനാശാന്റെ കവിതകളെ കുറിച്ച് വളരെ സുന്ദരമായ വാക്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഓർമ്മിക്കുന്നത് വെച്ചാൽ COVID-19 ഒരു പ്രശ്നം ഞാൻ തുടക്കത്തിൽ സംസാരിച്ചല്ലോ. അതിന്റെ അമേരിക്കയിലെ ആപത്തുകളെ കുറിച്ച് മാതൃഭൂമി വരാന്ത പതിപ്പിൽ ഒരു ലേഡി കോട്ടയത്ത് വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിലേക്ക് പോയതാണ്. അവർ ആ ലേഖനം എഴുതുമ്പോൾ, ആർട്ടിക്കിൾ എഴുതുമ്പോൾ, ഫീച്ചർ എഴുതുമ്പോൾ ആദ്യത്തെ വരി എന്താണ്? അമേരിക്ക എന്ന് കുറിക്കുന്നത് പേടിയുടെ കാലഘട്ടോ. ഇന്ന് നമുക്ക് കൊറോണയിൽ പേടിയില്ല, നമ്മുടെ സുഹൃത്താ. പക്ഷെ അന്നെന്താണ്? അന്ന് പേടിച്ചു പോവുകയാണ്, ആളുകൾ മരിച്ചു പോവുകയാണ്. ആ സമയത്ത് പേന എടുക്കുമ്പോൾ ആദ്യത്തെ വരി എന്താ? 1 നൂറ്റാണ്ട് മുമ്പ് കുമാരനാശാൻ എഴുതിയ വരിയുടെ സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ, ഇടതീർപ്പതിന് ഏക ഹേതു വന്നണയാം ഏത് മഹാവിപത്തിലും. കുമാരനാശനെ കൊറോണ വരും എന്ന് അറിഞ്ഞിട്ട് എഴുതിയതല്ല. ഏതോ കാലത്ത് എഴുതിയ വരി എന്താണ്? പ്രചലിതമായി തീരാൻ മുളയ്ക്കുകയാണ്, പുതിയ കാലത്തേക്ക് വരികയാണ്. അങ്ങനെ എന്താണ് ആശാന്റെ നിർണായകമായ വരികൾ ചിന്താവിഷ്ട സീത പ്രധാനമായിട്ടും വരുന്നത്. ചിന്താവിഷ്ട സീതയുടെ മാനസികമായ വ്യാപാരത്തെക്കുറിച്ച് അമ്മ എഴുതുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു തലമുറയ്ക്ക് മുമ്പുള്ള ഒരാള്, ഒരു ലേഡി എന്താണ് ഇതിനൊക്കെ ഏറ്റെടുത്ത് പോകുന്ന മനോഹരമായ സുന്ദരമായുള്ള പുസ്തകമാണ്. പഠനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പഠനത്തെക്കുറിച്ച് ഈ സോഹൻ സാറ് സത്യം പറയാനെന്നറിയോ? അവരെ നിർമ്മിച്ചത് ഈ അമ്മയാണ്. ഈ പദവി തീർത്ത്, എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയ പദവി തീർത്ത് അമ്മയ്ക്ക് കിട്ടി. എന്താ അറിയോ? അങ്ങനെ പഠിപ്പിച്ചൊരു കുട്ടി ഇങ്ങനെ അല്ലാണ്ടാവില്ല. ഒരുപക്ഷെ ലേശം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കാരണം എന്താ അറിയോ? ആ അക്ഷരശ്ലോകം പഠിപ്പിച്ചു, പദങ്ങൾ പഠിപ്പിച്ചു, പദച്ഛേദം പഠിപ്പിച്ചു, സംസ്കൃതം ഒരുപാട് പഠിപ്പിച്ചു, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ. ഒരുത്തന് പ്രാന്തായിനിയിൽ അപ്പുറത്ത് വേണോ? ഒരുത്തൻ ലോകത്തിന് നെറുകയിലേക്ക് പോകാൻ ഇപ്പുറത്ത് വേണോ? ഇന്നെന്താ സ്ഥിതി? പര്യായമില്ല, വിപരീതമില്ല, നാനാർത്ഥമില്ല, കേട്ടെഴുത്തില്ല, കോപ്പിയത്തില്ല, പദ്യം പഠിക്കണ്ട. ആകെ കുട്ടികൾക്കുള്ള ഒരൊറ്റ കാര്യം വെച്ചാൽ നോട്ടീസ് ഉണ്ടാക്കുക, പോസ്റ്റർ ഉണ്ടാക്കുക, കത്തെഴുതുക. എന്നിട്ട് കത്തെഴുതിയിട്ടോ KSIയിൽ ഉദ്യോഗസ്ഥൻ താഴെ വന്നു, എൻ്റെ പയ്യോളി ഞാൻ നിൽക്കുന്നവരെ താഴെ വരിക, നിങ്ങളെ സ്കൂളിൽ +2 എഴുതിയ ഇവിടുത്തെ അപേക്ഷ 4 വരി എഴുതിക്കൾ 16 തെറ്റ്. 16 തെറ്റ്. മതപിതകൾ എന്താ എഴുതിയത്? മാതാപിതാക്കൾ എഴുതിയതാ. മതപിതകൾ. ഞങ്ങൾ പരീക്ഷ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ രാഹുത്തര ഭാവം എന്ന് എഴുതിച്ച് കിട്ടും. രാഹുത്തര ഭാവം, അതിൽ തെറ്റൊന്നുമില്ല, രാഹുത്തര ഭാവം. അപ്പം ഇത് മാർക്ക് കൊടുത്തില്ല, പ്രശ്നമല്ലേ? ഇതെന്താ സംസ്കൃതം എഴുതിച്ചു നോക്ക്. അവസാനം നമ്മളിങ്ങനെ എന്താ ചോദ്യം? കടമറ്റ രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന് പറഞ്ഞ കവിതയിലെ കാട്ടാളന്റെ ഭാവം എന്ത്? ഇതാണ് ചോദ്യം. അവസാനം മോഹൻ ചേനോളി എന്ന് പറഞ്ഞ മാഷ കണ്ടുപിടിച്ച് എന്നറിയോ? രൗദ്രഭാവം എഴുതിയതാ. ഓനെ രൗന്നൊന്നും ആക്കുന്ന അറിഞ്ഞുകൂടാന്ന്. 12 കൊല്ലം മലയാളം പഠിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഇത് തിരിച്ചുകൊണ്ട് ഈ അമ്മ പഠിപ്പിച്ചൊന്നുണ്ടല്ലോ, ഈ ഇത് അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ച്. പണ്ട് 20 കൊല്ലം മുമ്പ് ഞാൻ ഒരു ആളോട് അടികൂടിയതാ ഇത്. അയാൾ പറഞ്ഞെന്താ? മല നേർന്ന് മാ പഠിക്കും, മഴ നേർന്ന് ഞാൻ പഠിക്കും, പിന്നെ പ്രത്യേകിച്ച് അക്ഷരം പഠിപ്പിക്കണ്ട. എയ്റോപ്ലെയിൻ എഴുതി പഠിപ്പിച്ചതിന് ശേഷമാണ് ABCD പഠിപ്പിക്കുന്നത്. അതാണ് മേൽക്കൂര ഉണ്ടാക്കിയതിന് ശേഷം അടിത്തറ ഉണ്ടാക്കുക. ഇതുപോലത്തെ പ്രാന്തായിട്ടുള്ള ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കുക. കുട്ടികൾക്കെല്ലാം പഠിക്കുന്ന നല്ല മിടുക്കരായ കുട്ടികൾക്ക് പോലും അക്ഷരം തെറ്റാ. അഗാധം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ എഴുതിച്ചു. ആ എഴുതിയിട്ട് ഒറ്റ ചിരിയാ എല്ലാവരെയും നോക്കിയിട്ട്. ഏത് ഗായ എഴുതേണ്ടി എന്നറിയില്ല.
അവസാനം എന്താ പറയുക, പല കായും പരീക്ഷ അവസാനം കാക്കേൻ്റെ കാ, തെറ്റല്ലേ? ഗംഗേൻ്റെ കാലിൽ ഇതിൻ്റെ അഗാധോ. പിന്നെ ദായുണ്ടല്ലോ, അതും ചിരിയാ മൂപ്പര്. ആത്മവിശ്വാസത്തിൽ ഒരു കുറവില്ല കേട്ടോ, ഏതെന്ന് അറിഞ്ഞുകൂടാന്ന് മാത്രമല്ല ആത്മവിശ്വാസത്തിൽ. അപ്പോൾ പലതരം ദാ പരിശോധിച്ച് ഏതോ ഒരു ദാ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതെന്താണ്, ഇത് ഒരു കാലത്ത് നമ്മൾ മലയാളം പഠിക്കുന്നത്, നമ്മൾ ഗണിതം ഉണ്ടല്ലോ, ഗുണനപ്പട്ടിക പഠിക്കുന്നത്, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ എൻട്രൻസ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്താ പറയുക കണക്കിൻ്റെ പരീക്ഷയ്ക്കൊക്കെ കാൽക്കുലേറ്റർ കൊടുക്കുന്നത് ഇവിടെ മാത്രമാണ്. വേറൊരു സ്ഥലത്തും കാൽക്കുലേറ്റർ കൊടുക്കുന്നില്ല. കാരണം മനസ്സിൽ എടുത്ത് പറയണോ, ഇങ്ങനെ മനസ്സിനെ, ഓർമ്മകളെ, മെന്റൽ ടെക്സ്റ്റ് എന്താണ് ശക്തമാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അറിയാതെ എന്താണ് അടിത്തറ പാകിയതിന്റെ വിദ്യാഭ്യാസ പ്രക്രിയ. ഞാൻ ഇത് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഇത് ഞാനിങ്ങനെ അത്ഭുതപ്പെടുക. ഇത് പണ്ടത്തെ കാലത്തെ നമ്മളെ കുടിപ്പള്ളിക്കൂടോ എങ്ങനെയൊക്കെയായിരുന്നു വീട്ടിൽ പഠിപ്പിച്ചതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടൂലല്ലോ. അത് കിട്ടുന്ന അതിൻ്റെ വലിയ ചരിത്ര പുസ്തകമാണ് വാസ്തവത്തിൽ ഈ പുസ്തകങ്ങൾ. അങ്ങനെ മലയാളത്തിൻ്റെ ടീച്ചറായ, സംസ്കൃതം ടീച്ചറായ, പലതരം വ്യക്തിത്വമുള്ള ഒരാളാണ്. ഇടയ്ക്ക് സംസ്കൃതത്തിൻ്റെ ടീച്ചറാണ്, ഇടയ്ക്ക് മലയാളത്തിൻ്റെ ടീച്ചറാണ്. അങ്ങനെ അതിനേക്കാൾ അപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു മക്കളുടെ ഇന്നൊക്കെ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന രീതി സ്കൗട്ടിൻ്റെ ഒരാളായിരുന്നു. അപ്പം ഈ ജോലിക്കൊക്കെ ശേഷം എന്താണ് പിന്നീടും അവർക്ക് എന്താണ് സ്കൗട്ടിൻ്റെ ആളായി കേരളത്തിലുടനീളം പാഞ്ഞു നടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരിക്കലും ഒതുങ്ങിക്കൂടാത്ത അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പിന്നെ ആകെ എന്താ വെച്ചാൽ ഗൾഫ് രാജ്യത്തൊക്കെ കൊണ്ടുവരുന്നത്, പക്ഷെ പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. അത്രത്തോളം എന്താണ് തന്നെ ശുശ്രൂഷ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല ആയിരുന്നു എന്നൊക്കെയുള്ള സങ്കടങ്ങളെ ഇടയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് അമ്മയെക്കുറിച്ചുള്ള എപ്പോഴും ഓർമ്മകൾ ഇങ്ങനെ ഇതാണ്. ഓർമ്മ ഇല്ലാണ്ടിരിക്കില്ല. കാരണം അത്രയും എന്താണ് വലിയ വിത്തുകളും വലിയ ചെടികളൊക്കെയാണ് ഇവിടെ നട്ടത്. മറ്റൊന്ന്, രാഷ്ട്രീയ പ്രബുദ്ധത നിറഞ്ഞ ഒരാളായിരുന്നു. വലിയ രാഷ്ട്രീയം അല്ലെ, ശക്തമായ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് തുടർച്ചയായിട്ടുള്ള ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഭൂദാന പ്രസ്ഥാനത്തിന്റെ എന്താ പറയുക വലിയ ആചാര്യനോടൊപ്പമുള്ള ആയി വരിക. അതുകൊണ്ടാണ് ഒരുപക്ഷെ സോഹൻ സാറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ പെൻഷൻ പദ്ധതികൾ, അദ്ദേഹം സാധാരണ മനുഷ്യന്മാരുടെ ഒറ്റ കാര്യങ്ങൾ അമ്മ പഠിപ്പിച്ച ഒറ്റ കാര്യമാണ്, നിങ്ങൾ ലോകത്തിനോട് പറയേണ്ടത് കൂടെ ഞാനുണ്ട് എന്നാണ്. നിങ്ങൾ ആരോട്, ചുറ്റുപാടുള്ള ആളുകളോട് നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്നാണ് പുസ്തകം പറഞ്ഞത്. കൂടെ ഞാൻ, നിന്റെ കണ്ണീരൊപ്പാൻ, നിന്റെ കണ്ണിലെ കണ്ണീര് തുടയ്ക്കാൻ, നിന്റെ മുഖത്ത് പുഞ്ചിരിക്കാൻ കൂടെ ഞങ്ങളുടെ ഏറ്റവും വിശുദ്ധമായ അത് പറയാൻ ആളില്ലാത്തതിന്റെ പേരിലാണ് 2023 8500 മലയാളികൾ ആത്മഹത്യ ചെയ്ത്. അത് പറയാൻ ഒരാളില്ലാണ്ടായിപ്പോയി. നിന്റെ സങ്കടത്തിനൊപ്പം ഞാനുണ്ട്. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരോട് നീ ഇത് പറയണമെന്നാണ് അമ്മ സോഹൻ സാറിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ എന്താണ് വീട്ടിലെ മഹാവിപ്ലവം. നമ്മൾ ലോകത്തൊന്നും വിപ്ലവം നടക്കേണ്ട, നമ്മൾ വീട്ടിൽ മാത്രം വിപ്ലവം നടണം. അങ്ങനെ വീട്ടിൽ വിപ്ലവം നടന്ന ഒരു കുടുംബം മലപ്പുറം ജില്ലയിൽ, ഒരു വീട്ടിൽ 3 ജില്ലാ കളക്ടർമാരുണ്ട്. ഒരൊറ്റ വീട്ടിൽ ദൈവം നമ്പുരാൻ അവിടെ കൊണ്ടുപോയി 3 ജില്ലാ കളക്ടറെ കൊണ്ടിട്ടല്ല, അവരുടെ മാതാപിതാക്കൾക്ക് അറിയാനും എന്താണ് ചെയ്യേണ്ടിയിരുന്നത്. കുഞ്ഞി മോനെ അലമാര, ഒരു ചെറിയ അലമാര വാങ്ങിക്കൊടുത്ത് 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ബാലസാഹിത്യ കഥകൾ, നാടോടി കഥകൾ, ചിത്രകഥകൾ ഒരൊറ്റ വായനയാണ്. ആദ്യം കൊടുത്ത പുസ്തകം 1 വരിയാണ്, പിന്നെ വലിയ ചിത്രമാണ്, പിന്നെ 2 വരി ചിത്രം കുറഞ്ഞ്, പിന്നെ 4 വരി ചിത്രം കുറഞ്ഞ്, പിന്നെ ചിത്രമില്ല. ഒരൊറ്റ വായനയാണ്. നേരെ പോയിട്ട് IAS വാങ്ങിക്കുന്നു. ഏട്ടൻ വായിച്ച അതേ പുസ്തകം തന്നെ ഷൈനമോൾ വായിക്കുന്നു. 2ാമത്തെ മോള് നേരെ പോയിട്ട് IAS വാങ്ങുന്നു. ഏട്ടൻ ഏച്ചിയും വായിച്ച പുസ്തകം എന്താണ് 3ാമത്തെ മോള് വായിക്കുന്നു, നേരെ പോയിട്ട് IAS വാങ്ങുന്നു. അവിടെ 4 പേരുണ്ടെങ്കിൽ 4 പേരും ജില്ലാ കളക്ടർ, 5 പേരുണ്ടെങ്കിൽ 5 പേരും ജില്ല. അടിസ്ഥാനം എന്താ? അടിസ്ഥാനം വിജയം രക്ഷിതാക്കളുടെ കയ്യിൽ. രക്ഷിതാക്കളുടെ കൈകളിൽ പെട്ട് വിജയിയായ ഒരു മനുഷ്യന്റെ, ഒരു മഹാമനുഷ്യന്റെ അക്ഷരങ്ങളുടെ ആമുഖത്തിലാണ് വാസ്തവത്തിൽ നമ്മളിവിടെ നിൽക്കുന്നതെന്നുള്ളത്. അത്തരത്തിൽ അമ്മയെക്കുറിച്ച് സോഹൻ സാർ എഴുതിയ ഒരു മനോഹരമായുള്ള വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ ഒരു ദിവസം ഞാൻ പോകുന്നുള്ള കവിതയോട് ചേർന്ന്, അമ്മതൻ ധീരമകറ്റൊണ്ടരാ മക്കൾ അമ്മയെ പോറ്റാതെ തമ്മിലടിച്ചാൽ അമ്മതൻ അർത്ഥവും മാനവും തീരുമ്പോൾ അമ്മയെ ചങ്ങലക്കിടേണ്ടി വരും എന്നർത്ഥത്തിൽ. ഞാൻ മുഴുവൻ വരിയിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ അമ്മയ്ക്ക് വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുന്ന സമയത്താണ് അതെന്താ പറയുക അമ്മയുടെ അർത്ഥം, മീനിങ്, അമ്മയുടെ അർത്ഥവും അമ്മയുടെ പൊലിമയും അമ്മയുടെ ജീവിതമൊക്കെ സാർത്ഥകമായി തീരില്ലെങ്കിൽ എന്താണ് അവസാനം അമ്മയെ ചങ്ങലക്കിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരുപാട് എന്താ പറയുക ആശയങ്ങളും ചിന്തകളും ഉള്ള വളരെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ് നമുക്കിന്ന് ചർച്ചയ്ക്കെടുക്കാനുള്ള. ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതെ. പക്ഷേ ഒരൊറ്റ കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോസഫ് അന്നക്കുട്ടി ജോസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ 2 മാസം മുമ്പ് ഒരു പ്രഭാഷണം കേട്ടപ്പോൾ അന്ന് മുതൽ എന്നെ ഹോണ്ട് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്യമുണ്ട്. ആ വാക്യം പറയുകയാണെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ അർത്ഥം മുഴുവൻ അതിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസഫ് അന്നക്കുട്ടി ജോസ് കാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അവിടെ ഒരു ചെറിയ സെഷനിൽ ഞാനും ഉണ്ടായിരുന്നു. കടലിനെ കുറിച്ച് 5 പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നെ അവിടെ വിളിച്ചാൽ എന്നെ കേൾക്കാൻ ആകെ 20 ആളുള്ളൂ.
അതിനെ കുറേ ആളുകൾ ഈ ക്യാമറക്കാരും അതുപോലെ പത്രപ്രവർത്തകരും മാത്രമല്ല. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഈ പരിപാടി കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കാണ് ഞാൻ പറഞ്ഞു. കാരണം നോട്ടീസ് വായിച്ച് നോക്കുമ്പോൾ വേറൊരു ഹാളിൽ, വലിയ ഹാളിൽ ജോസഫ് അന്നക്കുട്ടി ജോസ് സംസാരിക്കാനുണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ വായിച്ചത് മുതൽ, അദ്ദേഹത്തിൻ്റെ ദ ബെറിഡ് തോട്ട്സ് വായിച്ചത് മുതൽ, അദ്ദേഹത്തിൻ്റെ സ്നേഹം കാമം ഭ്രാന്ത് വായിച്ചത് മുതൽ, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആരും കാണാത്ത യുദ്ധങ്ങൾ വായിച്ചതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം ടെഡ് സ്പീച്ചിൽ ഇന്ത്യ രാജ്യത്തുനിന്ന് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ജോസഫ് അന്നക്കുട്ടി ജോസ്. ഇംഗ്ലീഷ് പ്രസംഗം ഒരു 15 മിനിറ്റ് നേരം എന്താ പറയുക പ്രസംഗിക്കാൻ വേണ്ടി ഒരു വലിയ വേദിയിൽ വിളിക്കപ്പെടുന്നതിനാണല്ലോ നമ്മൾ ടെഡ് സ്പീച്ച് എന്ന് പറഞ്ഞത്. അതിലേക്ക് വന്ന ഒരാളാണ്, വലിയ മോട്ടിവേറ്ററാണ്. നിരന്തരം അദ്ദേഹത്തിൻ്റെ റീൽസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ എഴുത്തുകാരാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് അവിടെ ആ ഹാളിൽ 2000 ആളിങ്ങനെ തമ്പടിച്ചിരിക്കുക. ഞാൻ എൻ്റെ തല മാത്രകത്തും ഉടൽ പുറത്തുകയാണ്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. നോക്കുമ്പോൾ സുന്ദരനായ ജോസഫ് അന്നക്കുട്ടി ജോസ് ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നു. വേറെ ആരുമില്ല. 10 മിനിറ്റ് ആകെ സംസാരിച്ചു, കൂടുതലൊന്നും സംസാരിച്ചില്ല. 10 മിനിറ്റ് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ നിങ്ങളെ കേൾക്കാനാണ് വന്നത്. അപ്പോൾ ഒരുപാട് ആൾക്ക് മൈക്കുണ്ട് കേട്ടോ, എല്ലാവരും ആരാധകരാണ്, അങ്ങനെ നിൽക്കുകയാണ്, സെലിബ്രിറ്റി ആണല്ലോ. ഏറ്റവും മുമ്പിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ വലിയ മോട്ടിവേറ്റർ ആണല്ലോ, വലിയ എഴുത്തുകാരനാണല്ലോ, നിങ്ങളെ വാക്ക് കേട്ടിട്ട്, നിങ്ങളെ വരി വായിച്ചിട്ട് ഏതെങ്കിലും ഒരാൾ നിങ്ങളെ തേടി വന്നിട്ടുണ്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞ്, ചെറുപ്പക്കാരൻ ഒരു അച്ഛനും ഒരു കുഞ്ഞു മോളും എന്നെ കാണാൻ വന്നിരുന്നു. ഫ്ലാഷ് ബാക്ക്, ചെറുപ്പക്കാരെ 2 പേര് ദമ്പതികളെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്താണ് കഠിനമായ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് 2 പേരും വേർപിരിഞ്ഞു. ഒരു മോളെയും വിളിച്ചിട്ട് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി. പല ആളുകൾ കൂട്ടിയോജിപ്പിച്ച് വെച്ച് അവൾ അവളുടെ ശരിയിൽ നിന്നും ഇയാളുടെ ശരിയിൽ നിന്നും കൂട്ടിയോജിപ്പിക്കാനാവില്ല. അപ്പോൾ ഇയാൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളെ വളർത്താൻ പറ്റുന്നില്ല, അവളില്ലാതെ പറ്റുന്നില്ല. പക്ഷെ അവളാണെങ്കിൽ വരുന്നില്ല. അങ്ങനെ എന്താ അച്ഛനോട് ഇഷ്ടമുകൊണ്ടാണ് കുഞ്ഞുമോൾ ഇവിടെ നിന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് എന്താ പറയുക, ബന്ധുക്കൾ പരിഹസിക്കുന്നു, സുഹൃത്തുക്കൾ പരിഹസിക്കുന്നു. ഇയാൾ ഒറ്റ തീരുമാനം എടുത്തില്ലേ. 8500 ആൾ നേരത്തെ പോയില്ലേ, ആ കൂട്ടത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. 2 ഐസ്ക്രീം കപ്പ് മേശപ്പുറത്ത്, നടുക്കൊരു വിഷക്കുപ്പി. ഇതിൻ്റെ മോൾ അവസാനത്തെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കാന്. ഈ ബിരിയാണി കഴിച്ച് തീരുന്നു, ഈ ഐസ്ക്രീമിൽ വിഷം ചേർക്കുന്നു, 2 പേരും കഴിക്കുന്നു, പടഞ്ഞു വരും. ഇതാണ് തീരുമാനം. അങ്ങനെ സമ്മർദ്ദമായ അന്തരീക്ഷത്തിലാണ്. ഇയാൾക്കാണെങ്കിൽ അസ്വസ്ഥത വന്നിട്ടുണ്ട്. കാരണം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ടെങ്കിലും പോയല്ലോ. ആ സമയത്താണ് നമ്മൾ കുറ്റപ്പെടുന്നത് റീൽസ് ഇങ്ങനെ അല്ലേ, കുട്ടികൾ റീൽസ് കളിക്കുന്ന നമ്മൾ ചെറിയ അസ്വസ്ഥ നമുക്ക് ഉണ്ടാവുക. റീൽസ് നോക്കുന്നില്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു റീൽസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് ജോസഫ് അന്നക്കുട്ടി ജോസ് ഒരു കഥ പറഞ്ഞു നിർത്തുക. ഹൃദയഹാരിയായ, ഹൃദയത്തെ തൊടുന്ന കഥ പറഞ്ഞു നിർത്തുകയാണ്. അവസാനത്തെ വരി എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം, ആർക്കും ഫുൾ സ്റ്റോപ്പ് ഇടാം, ആർക്കും ആത്മഹത്യ ചെയ്യാം. പക്ഷേ ആ ഫുൾ സ്റ്റോപ്പിനെ ഒരു കൊമയാക്കി മാറ്റുക. ജീവിതം തുടരും, അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കാത്തേക്കും. ഈ അന്ധകാരം മുഴുവനും പോകും, ഈ ഇരുട്ട് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൂര്യൻ ഉദിക്കും. പറ്റ് ജോസഫിന്റെ വർത്താനം കേൾക്കും. ആ പുസ്തകം വായിക്കാത്ത, ജോസഫിനെ അറിഞ്ഞുകൂടാത്ത ഇയാൾ എന്താണ് ആകെ പടഞ്ഞു വെച്ച് ഈ വിഷക്കുപ്പി കൊണ്ട് നേരെ വാഷ് ബേസിൽ മറക്കുന്നു. എന്നിട്ടും മകളുടെ അടുത്ത് വന്നൊരു ഒറ്റ കെട്ടിപ്പിടിച്ച് ഒറ്റ നിലവിളിയാണ്. കാരണം മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ജോസഫ് അന്നക്കുട്ടി ജോസിനെ കാണാൻ വേണ്ടി വരുമ്പോൾ 2 പേരല്ല 4 പേരുണ്ടായിരുന്നു. നേരെ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് ഇയാൾ സബ്മിറ്റ് ചെയ്തു, ഞാനാ തെറ്റുകാരൻ എന്ന് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നല്ല അയാൾ പറഞ്ഞു, കാരണം ഇവരുണ്ടാണ്. അങ്ങനെ 2 സുന്ദരിയാളെ കുഞ്ഞു മക്കളും വരുന്നു. എന്നിട്ട് ജോസഫിനോട് എന്താ, അങ്ങയുടെ ഒറ്റ വാക്കാണ്, എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ, അങ്ങ് വലിയ എഴുത്തുകാരനൊന്നും അറിഞ്ഞൂടാ, ഞാൻ എങ്ങനെയോ എന്താണ് നിങ്ങളുടെ അടുത്ത് എത്തിയതാണ് ഇവിടെ, എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ. എൻ്റെ മകളുടെയും എൻ്റെയും പ്രാണന്, ജന്മത്തിന്, ജീവന് ഇപ്പോൾ ഉത്തരവാദി താങ്കളാണ്, തിരിച്ചു കിട്ടിയത്. എന്നിട്ട് ജോസഫ് അതും പറഞ്ഞെന്തറിയോ, നമ്മൾ ആടുജീവിതം വായിക്കുന്ന എന്തിനാ? ആ കഥ മുഴുവൻ അറിയാനും വേണ്ടിയിട്ടല്ല, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളെന്നാണ് ചെറുവെച്ച് ഒറ്റ വാക്യത്തിന് വേണ്ടിയിരിക്കുക. നമ്മൾ ആൽക്കമിസ്റ്റ് വായിക്കുന്നത് എന്താ? നമ്മൾ എന്തിനെങ്കിലും ഒന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. ഒറ്റ വാക്കുന്നത്. നമ്മൾ ആ കിഴവനും കടൽ വായിക്കുന്നത് എന്തിനാ? കൊല്ലാം. ആ കിഴവന്റെ ദീർഘമായ കടൽ സഞ്ചാരത്തിന് വേണ്ടിയിട്ടല്ല, കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നുള്ള ഒറ്റ വാക്യത്തിന് വേണ്ടിയിരിക്കാം. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരു പുസ്തകവും പാഴല്ല. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങൾ ഏകാഗിയായി നിൽക്കുമ്പോൾ ഒറ്റപ്പെടുക്കുന്നവരോ നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏത് കവിതയിലെ ഏത് വരിയാണ്, ഏത് പുസ്തകത്തിൽ ഏത് വരിയാണ്, അത് പൈങ്കിളിയാണോ, ഗൗരവപ്പെട്ടാണോ, നോവലാണോ, ചരിത്രമാണോ, ആത്മഹത്യ, ഇതൊന്നും വ്യത്യാസമില്ല. ഏത് പുസ്തകവും നമ്മെ പ്രചോദിപ്പിക്കാം. അതുകൊണ്ട് ഒരു പാവൻ എഴുത്തുകാരൻ ഒരു പരിപാടിക്ക് വരുന്ന സമയത്ത് ഒരു പുസ്തകം തന്നു കഴിഞ്ഞാൽ അത് പുച്ഛത്തോടുകൂടി വലിച്ചെറിയുന്ന പ്രിയപ്പെട്ട മഹാന്മാരായ എഴുത്തുകാർ കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. ടിപ്പർ ലോറി വേണം എൻ്റെ എല്ലാം പുസ്തകം എടുക്കാനെന്നൊക്കെ പറഞ്ഞ പുച്ഛത്തോട് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുസ്തകത്തിലും നിങ്ങൾക്കൊരു നോവലിനുള്ള, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു വരി ഉണ്ടാവാം, ഒന്നും പാഴല്ല. കാരണം എന്താ വെച്ചാൽ, ഒരു മുക്കുറ്റിനോട് നീ എന്താ പനയാവത്തം ചോദിക്കരുത്.
മുക്കുറ്റിയാണ്, പനയാണ്. MT പോലെ മഹാ എഴുത്തുകാരൻ എഴുതുന്ന അതേ അന്തരീക്ഷത്തിൽ തന്നെയായിരിക്കാം ഒരുപക്ഷെ നമ്മളെപ്പോലത്തെ ചെറിയ ആളുകളും എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ മുക്കുറ്റികളായിരിക്കാം. മുക്കുറ്റി വേണ്ടെടുത്ത് മുക്കുറ്റി വേണം, പന വേണ്ടെടുത്ത് പന വേണം. ഇത്രയേ ഉള്ളൂ. കമ്പാരിസണില്ല. കമ്പാരിസൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രൈമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട ഒരുപാട് പുതിയ ആളുകൾ ഞാൻ ഓർമ്മിക്കുന്ന തുടക്കത്തിൽ പറയേണ്ട ഒറ്റ കാര്യമുണ്ട്. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരാളാണ് ഞാൻ. പ്രിന്റ് മീഡിയയിൽ ഇപ്പോൾ അയച്ചപ്പോൾ അയക്കാത്ത ഒരാളാണ്. അലി കടുകശ്ശേരിയും ഞാൻ കാണാം. അക്കൂട്ടത്തിൽ കുറേ ആളുണ്ട്, ഒരുപാട് ആളുണ്ട്. അക്കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അലി കടുകശ്ശേരി. അലി കടുകശ്ശേരിയുടെ കവിതയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവിതയല്ലേ? മനുഷ്യൻ എപ്പോഴാണ് മൃഗമാകുന്നത്? ചോദ്യം സമ്പൂർണ്ണമായും തെറ്റാണ്. ഒരു മൃഗം വല്ലപ്പോഴും മനുഷ്യനാവുന്നതാണ്. അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴും മൃഗമാണെന്ന് ചോദ്യം വേണ്ട, അത് തെറ്റാണ്. ഒരു മൃഗം വല്ലപ്പോഴും മനുഷ്യനാണ്. മൃഗത്തെ മനുഷ്യനാക്കുന്ന പ്രക്രിയയാണ് പുസ്തക വായന. മൃഗത്തെ മനുഷ്യനാക്കുന്ന പ്രക്രിയയുടെ പേരാണ് എഡ്യൂക്കേഷൻ. മൃഗത്തെ മനുഷ്യനാക്കുന്ന പ്രക്രിയയുടെ പേരാണ് സ്പോർട്സ്. മൃഗത്തെ മനുഷ്യനാക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഈ വലിയ സാമൂഹികത, സോഷ്യൽ അനിമൽ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ സോഷ്യലൈസേഷൻ ഇല്ലെങ്കിൽ അഫാൻ നിറഞ്ഞ ചെറുപ്പക്കാരനുണ്ടാവും. 6 പേരെയാണ് കുടുംബത്തിലെ 6 പേരെയാണ് 1.5 മണിക്കൂർ കൊണ്ട് എന്താണ് ഇവൻ കൊന്ന് തള്ളിയിരിക്കുന്ന കുടുംബത്തിലെ. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അനിയൻ, അവൻ്റെ കാമുകി, അവൻ്റെ ഉമ്മ എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു. കാരണം എന്താണ്? കാരണം കവിത കൊണ്ട് മാധവിക്കുട്ടി ഒരു കഥ വായിച്ചിരുന്നെങ്കിൽ, ബഷീറിന്റെ സ്നേഹനിർഭരമായ ഒരു കഥ വായിച്ചിരുന്നെങ്കിൽ എന്താണ് അനിയൻ എങ്ങനെ കൊല്ലാതെ വിടുകയായിരുന്നു. അതുകൊണ്ട് അലിയുടെ കവിത, അതിനേക്കാൾ അലിയുടെ ഒരു കവിത എന്താ വെച്ചാൽ, കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് ചോദിച്ചു നമ്മളും മനുഷ്യൻ തമ്മിൽ എന്താണ് വ്യത്യാസം. കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് ചോദിച്ചു നമ്മളും മനുഷ്യൻ തമ്മിൽ എന്താണ് വ്യത്യാസം. അമ്മക്കിളി പറഞ്ഞു നമ്മൾ കിളികൾ ഉറങ്ങുമ്പോഴും കിളികളാണ്, ഉണർന്നു കഴിഞ്ഞാലും കിളികളാണ്. അവർ മനുഷ്യർ ഉറങ്ങുമ്പോൾ മാത്രം കിളികളും ഉണർന്നു കഴിഞ്ഞാൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയാണ്. പോരെ? യുക്തിവാദം ഒന്നും പറയണ്ടല്ലോ. യുക്തിവാദം പറയാണ്ട് നമുക്കറിയാം നമ്മളെന്താണ് കുറച്ചുകൂടി കിളീൻ്റെ അത്ര ജീവിതത്തിലേക്ക് വരണമെന്നില്ല. ഇതിനേക്കാൾ എന്നെ ആകർഷിച്ച ഒരു കവിത പൊതിച്ചോറാണ്. മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ്. ആരോ കൊടുത്തുവിട്ട സ്നേഹപ്പൊതി. നിങ്ങളും പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടാവും, ഞാനും പൊതിച്ചോറ് കൊടുത്തു. നിങ്ങളും പൊതിച്ചോറ് തിന്നിട്ടുണ്ടാവും, ഞാനും പൊതിച്ചോറ് തിന്നു. മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ്. ആരോ കൊടുത്തുവിട്ട സ്നേഹപ്പൊതി. പയറുപ്പേരിയും മോരുകറിയും അച്ചാറും വറുത്ത മീൻ കഷ്ണവും കൂട്ടിക്കുഴച്ച് വയറു നിറച്ചുണ്ടു. തന്നതാരെന്ന് തിന്നതാരെന്ന് തന്നവനും അറിഞ്ഞില്ല. അറിഞ്ഞത് ഒരേ ഒരു സത്യം മാത്രം, വിശപ്പ്. അപരനോടുള്ള കരുതലല്ലാതെ മറ്റെന്താണ് ലോകത്തെ മികച്ച രാഷ്ട്രീയം? അപരനോടുള്ള കരുതലല്ലാതെ മറ്റെന്താണ് ലോകത്തെ മികച്ച രാഷ്ട്രീയം? ഞാൻ ഈ കവിത പറയുന്ന നേരം എന്താണ്, അപരത്വത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ സോഹൻ സാറ്. അപരനോടുള്ള കരുതൽ. അദ്ദേഹത്തിന് സത്യത്തിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കേണ്ട ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം എന്താണ് ശ്രീലങ്കയിൽ ഒരു മീറ്റിങ്ങിനായിരുന്നു. പക്ഷെ ഇതൊക്കെ അദ്ദേഹം ഒരുപക്ഷെ എന്താണ് കാണുന്നുണ്ടോ? അത്രയും വലിയ സംവിധാനങ്ങളൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് കൊണ്ട്. അതുകൊണ്ട് അവരൻ്റെ കണ്ണീര് തുടക്കാൻ, അവരൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറിത്തീരുമ്പോഴാണ് വാസ്തവത്തിൽ വലിയ മനുഷ്യൻ. അതുകൊണ്ട് ജോസഫ് അന്നെക്കുട്ടി ജോസഫ് പറഞ്ഞ പോലെ എന്താണ് ഒരു പുസ്തകം പാടില്ല ഒന്നും. എൻ്റെ ഹൃദയത്തിൻ്റെ പുസ്തകമായിട്ട് ഞാൻ ഇതിനെ ഏറ്റെടുക്കുന്നു. നമ്മുടെ വിശുദ്ധ പുസ്തകമായിട്ട് ഞാൻ എടുക്കുന്നു. കാരണം ഒരു കൊക്കക്കോള കുടിച്ച് എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് പൊതുമണ്ഡലം 2 തരം MDMA അടിച്ചിട്ട് എങ്ങനെ അവസാനിക്കാമെന്ന് നമ്മുടെ പൊതുമണ്ഡലം പൊതുപരിസരമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ ഒരു ഇളനീര് കുടിച്ച് സ്നേഹത്തിന്റെ, കരുതലിന്റെ, ഉണർവിന്റെ, ഊർജ്ജസ്വലതയുടെ, ഉന്മേഷത്തിന്റെ, മാനവികതയുടെ, ജനാധിപത്യ ബോധത്തിന്റെ, യുക്തി ചിന്തയുടെ, മതേതരത്വത്തിന്റെ ഒരു ഇളനീര് കുടിച്ച് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പഠിപ്പിക്കുന്ന ഒരു വലിയ ജീവിതം നയിച്ചു പോയ ആളുടെ കഥയിലൂടെ എന്താണ് നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ സുന്ദരമായ പുസ്തകമായിട്ടാണ് കസ്തൂരി ശലഭം എന്ന് പറയുന്നത്. കസ്തൂരി മാനുണ്ട്. ആ കസ്തൂരി മാനിനെ വേട്ടയാടുന്നത് അതിൻ്റെ കസ്തൂരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വിലപിടിപ്പുള്ള ഒന്നാണ്. അങ്ങനെ കസ്തൂരിയുടെ വലിയ സുഗന്ധം, വലിയ എന്താ പറയുക, ആത്മാവിൻ്റെ സുഗന്ധം കൊണ്ട് പോയ ഇടങ്ങളിലെല്ലാം എന്താണ് സ്നേഹനിർഭരമായി പെരുമാറിയ ഒരമ്മയെക്കുറിച്ചുള്ള ഉജ്ജ്വലമായ ഓർമ്മയാണ്. ഞാൻ മാധവൻ പുറച്ചേരിയുടെ ഒരു പുസ്തകം ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നത്. അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. മനോഹരമായ പുസ്തകമാണ്, സുന്ദരമായ പുസ്തകമാണ്. ഇതുപോലെ തന്നെ എന്താണ് വടക്കൻ കേരളത്തിൽ, ഇത് തെക്കൻ കേരളത്തിൻ്റെ കഥയാണെങ്കിൽ വടക്കൻ കേരളത്തിലെ ഒരമ്മ വലിയ സമരങ്ങളിലൂടെ അച്ഛൻ പോയപ്പോൾ, ഭർത്താവ് പോയ സമയത്ത് എന്താണ് ഈ കുഞ്ഞുങ്ങളെ, മാധവൻ പുറച്ചേരി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വലിയ കവി, ആ കവിയെ ഉൾപ്പെടെയുള്ള മക്കളെ ചേർത്ത് പിടിച്ച ഒരമ്മയുടെ ആ വീട്ടിലൊക്കെ EMS വന്നിട്ടുണ്ട്, AKG വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ വിപ്ലവകാരികൾ വന്ന, വലിയ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ വന്നു ചേർന്ന ആ വീട്ടിന് അമ്മ കാവലിൽ നിന്നതിൻ്റെ കഥയാണ് മാധവൻ പുറച്ചേരി പറഞ്ഞതെങ്കിൽ അങ്ങ് തെക്കൻ കേരളത്തിൻ്റെ കൊല്ലം ജില്ലയിലെ ഒരമ്മയെ, എല്ലാ അമ്മമാരുടെയും പ്രതീകമായി ഒരമ്മയെ അവിടെ തരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വാക്കുകൾ. ഇത്ര നേരം എൻ്റെ വാക്കുകൾ ശ്രമിച്ചല്ലോ, നിങ്ങൾ കേട്ടല്ലോ. ഇത്ര നേരം എന്നെ സഹിച്ചതിന്, നിങ്ങൾ ഇരുന്ന് തന്നല്ലോ. ഇത്ര നേരം എന്നെ സ്നേഹിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അങ്ങനെയൊന്നും ഒരു പക്ഷേ ഞാൻ എൻ്റെ +2 ഭയങ്കരന്മാരാട്ടോ, അവരൊക്കെ അതൊന്നും പറഞ്ഞാൽ തീരും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്, നല്ല മക്കളാട്ടോ, നല്ല കുഞ്ഞു മക്കളാണ്. ഒരു ചെറിയ കാര്യം പറയാം, വായിച്ചാൽ വളരും, വായിച്ചാൽ അല്ല കുഞ്ഞിൻ്റെ ഭാഷ വരിയില്ല ഇപ്പം തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ ക്ലാസ് പറഞ്ഞിട്ട് തെറ്റിപ്പോയിന്ന്
പിന്നെയും തെറ്റിപ്പോയി. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറയും, നിർത്ത് സാർ എന്ന്. കുഞ്ഞിൻ്റെ മാഷ എഴുതി എന്നെ വളരെ സങ്കീർണ്ണമായിട്ടാണ്. നിങ്ങൾക്കാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു 2 പേരെയൊക്കെ പറഞ്ഞു, വായിച്ചാൽ വസന്തം, വായിച്ചില്ലെങ്കിൽ ദുരന്തം പോരെയെന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കുഞ്ഞിൻ്റെ മാഷേക്കാൾ ഗംഭീരമായിട്ട്. എന്നിട്ട് ഓള് പറയുക, എന്നെ പരിഹസിച്ചോളൂ, അല്ല നിങ്ങൾ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിൽ ഇതെന്തിനു ഇത്രയും പറയുന്നത്? പറയണ്ട, കുറച്ച് പറഞ്ഞാൽ മതി. ഇതാണ് ന്യൂ ജനറേഷൻ. പക്ഷെ അവർക്ക് കവിതയൊക്കെ ഇഷ്ടാട്ടോ. ഞാൻ ഒരുപാട് കവിത 50 കവിത ഞാൻ പഠിക്കും. ഒരു കവിത ഇല്ലാണ്ട് വരുന്ന അവർക്ക് ഫസ്റ്റ് ഇയർ 50 കവിത, സെക്കൻഡ് ഇയർ 50. ചെറിയ ചെറിയ കുഞ്ഞു കവിതകൾ. പുഴുവെന്ന് പറഞ്ഞ ഒരു കവിത ഞാൻ ഈ ക്ലാസ് പറഞ്ഞു. ആ പുഴുവെന്ന് പറഞ്ഞ കവിതയാണ്. ഞാനിങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ച് നീങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുച്ഛവും നിന്ദയും വെറുപ്പും അർപ്പൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭം. ഇത് പറയാൻ മാത്രമേ ആടെ പറഞ്ഞാൽ മതിയായിരുന്നു, അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വ്യാഖ്യാനിച്ചു. മാഷന്മാർക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ, വേണ്ടാണ് സംസാരിക്കുക. ഞാൻ എന്നോട് സംസാരിച്ചു പോയി, ഇന്നത്തെ പുഴുക്കളാണ് നാളത്തെ പണവും പദവിയും പ്രതാപമൊക്കെ ആർജിച്ചു വരുന്ന നല്ല മനുഷ്യനാണെന്ന്, നല്ല എഞ്ചിനീയറാണ്, നല്ല ഡോക്ടറാണെന്ന്, നല്ല വർണ്ണച്ചിരകമായിരുന്നു ചിത്രശലഭാവുന്നത് ഇന്നത്തെ പുഴുക്കളെന്ന് പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഏറ്റവും വേഗം നിർത്തേ, സാർ എല്ലാ പുഴുക്കളും ചിത്രശലഭാവൂല. തീർന്നല്ല എല്ലാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതേതാ ക്ലാസ് എന്ന് ചോദിച്ചു. ഇത് സയൻസ് ക്ലാസ് ആണ്. നിങ്ങൾ ഒരു പരിപാടി ഇവിടെ നടക്കില്ല, നിങ്ങളെ കവിത ഇവിടെ നടക്കില്ല, നിങ്ങളെ മോട്ടിവേഷൻ നടക്കില്ല, നിങ്ങളെ ഫിലോസഫി ഇവിടെ നടക്കില്ല. അപ്പോൾ 60 കുട്ടികളുടെ 120 കണ്ണുകൾ എന്നെ പരിഹാസം കൊടുക്കുന്നു. ഇയാൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കഥ പറഞ്ഞിട്ട്, ഒരു കവിത പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ചവിട്ടി. ഞാൻ മുന്നോട്ട് പോയി ക്രൂരമായ മുഖത്തോട് മുന്നോട്ട് പോകും തോറും അവനും പേടിയാന്ന്, എനിക്കും പേടിയാന്ന്. ആരെ അടിക്കുന്ന അറിയില്ല. ഞാൻ അടിച്ച ഉറപ്പാ എനിക്ക് പേടി കിട്ടും. കാരണം ശാസ്ത്രീയമായിട്ട് അത് ശരിയാ, സാഹിത്യപരമായിട്ട് ശരിയാ. പകുതി എത്തിയപ്പോൾ പുതിയ കാലത്ത് ഒരുപാട് അധ്യാപകർ ഇവിടെ ഉണ്ടല്ലോ. പുതിയ കാലത്ത് അധ്യാപകർ പേടിക്കുന്ന പോലെ ഞാനും പേടിച്ചു. ഞാൻ എൻ്റെ ശമ്പളം ആലോചിച്ചു, KSF-ലെ കുറി ആലോചിച്ചു, സഹകരണ ബാങ്കിലെ ലോൺ ആലോചിച്ചു. ഞാൻ തന്നെ അടക്കണോ? യവനും ഞാൻ തമ്മിൽ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ തീർത്തു എൻ്റെ ഭാഗത്താ, രക്ഷിതാക്കൾ തീർത്തു എൻ്റെ ഭാഗത്താ, നാട്ടുകാർ തീർത്തു എൻ്റെ ഭാഗത്താ, ടീച്ചേഴ്സോ പകുതി എൻ്റെ ഭാഗത്തും പകുതി എൻ്റെ ഭാഗത്ത്. എൻ്റെ ഭാഗത്തുള്ള ടീച്ചേഴ്സ് എന്ന് പറയാം, ഇയാൾക്ക് ക്ലാസ് എടുത്ത് അങ്ങ് പോയപ്പോരെന്ന്, വേണ്ടാണ്ട് പുഴുവിൻ്റെയും ചിത്രശലഭത്തിൻ്റെ ഒക്കെ കഥ ക്ലാസ് പറഞ്ഞിട്ടില്ല, ക്ലാസ്സിൽ അടി ഉണ്ടായി എന്ന് പറയില്ലേ. എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് ചിരിച്ചോണ്ട് ശാന്തസ്വരൂപനെ ശ്രീബുദ്ധനെ പോലെ ഇവൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക, മോൻ പറഞ്ഞ് ശരിയാന്ന് പറഞ്ഞത് വെറുതെ ഓനായിട്ട് അടി ഉണ്ടാക്കുന്നത്. പക്ഷെ തിരിഞ്ഞിങ്ങ് വരുന്നതായിരുന്നു. ഞാനൊരു അധ്യാപനാണല്ലോ, എന്തെങ്കിലും എന്നോട് പറയണ്ടേ. ഞാൻ പറഞ്ഞു, ചില പുഴുക്കൾ പുഴുവായി ജനിക്കും, എന്നിട്ട് പച്ചിലേക്ക് തിന്നും, പ്യൂപ്പാരൂപത്തിലേക്ക് മാറും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വർണ്ണച്ചിരകമായി സൂര്യപ്രകാശത്തിലേക്ക് പോകുന്ന ചിത്രശലഭാന്ന പുഴുക്കളുണ്ട്. പിന്നെ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാ, ചില പുഴുക്കളുണ്ട് പുഴുവായി ജനിക്കും, എന്നിട്ട് പുഴുവായിട്ട് ഇങ്ങനെ എഴയും, ഓടയിലൊക്കെ ജീവിക്കുന്നു പറഞ്ഞ് അങ്ങനെ കടന്നു പറഞ്ഞ് ക്ഷോഭിച്ച് ദേഷ്യം പിടിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി ക്യാൻറ്റീനിൽ നിന്ന് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ പിന്നാലെ വന്നിക്ക്, സാർ അതെനിക്കിട്ടൊന്ന് വെച്ചല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് സംശയം, 60 കുട്ടികളുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചില്ലേ നല്ലൊരു കവിത പറഞ്ഞിട്ട്. അപ്പോൾ ഇവൻ എന്നോട്, സാറേ അതിൻ്റെ അർത്ഥം ആർക്കറിഞ്ഞോടത്ത്, ഇന്നത്തെ ഞാൾ നാളെ നന്നാവും, ഇന്നത്തെ പുഴു നാളെ ചിത്രം, ഇതല്ലേ ഇതിൻ്റെ അർത്ഥം. നിങ്ങളിങ്ങനെ വേണ്ടാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കവിത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയണ്ടേ? ഇവിടെ സ്വാതന്ത്ര്യമില്ലേ, ഇവിടെ ജനാധിപത്യമില്ലേ, ഇവിടെ മതേതരത്തില്ലേ, ഗംഭീര പ്രസംഗം. അപ്പോൾ ക്യാൻറ്റീനോട് ഞാൻ പറഞ്ഞ് ഇവനൊരു കട്ടൻ ചായ കൊടുത്തിരിക്കും. അപ്പോൾ ആ തരത്തിലെന്താണ്, നമ്മളെക്കാൾ അപ്പുറത്ത് സഞ്ചരിക്കുന്ന ആളുകളാണ് ന്യൂ ജനറേഷൻ. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ സോഹൻ സാറിൻ്റെ കവിത ന്യൂ ജനറേഷനിലെ കവിതയാണ്. ഈ ആത്മകഥ നമ്മുടെ ചെറുപ്പക്കാർ വായിച്ചാൽ എന്താണ്, ഇങ്ങനെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മുത്താച്ചി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ തെളിച്ചവും തീർച്ചയും ഒക്കെ എന്താ ഉണ്ടാകുക. അങ്ങനെയുള്ള സൗന്ദര്യബോധം കൊണ്ട് ഈ പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ അവസാനത്തെ വരിയും വായിച്ച് എന്താ പറയുക, നമ്മളെല്ലാം എന്താ പറയുക, വലിയൊരു വെളിച്ചത്തിന് ലോകത്തെത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ, ഉജ്ജ്വലമായ പരിപാടിയിൽ, ഗംഭീരമായ പരിപാടിയിൽ എന്നെയും കൂടി ചേർത്ത് നിർത്തിയ ഈ മഹത്തായ ടീമുണ്ടല്ലോ, അച്ഛൻ മാഷ്, അതുപോലെ പ്രിയപ്പെട്ട നസീർ ഉൾപ്പെടെയുള്ള വലിയ ടീമുണ്ട്, വാസുദേവൻ ഉൾപ്പെടെയുള്ള വലിയ ടീമുണ്ട്. ആ വലിയ ടീമിന് നന്ദിയും കടപ്പാടും സന്തോഷമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.